എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് 2021-22 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞു, നമ്മളൊക്കെ വീട്ടിൽ സ്റ്റക്കാണ് കോവിഡായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലും നോക്കുമ്പോൾ, യൂട്യൂബ് ഷോർട്സിലാണ് മെയിനായിട്ട് കേട്ടോ, ഒരു ചങ്ങായി, ഒരു മൊട്ടത്തലയൻ, ഇയാൾ വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയാം. അതിങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോസൊന്നും അല്ല, അതായത് പുള്ളിയുടെ ചാനലിൽ ഇരുന്ന് ഇടുന്ന വീഡിയോസും അല്ല, ഒരു ലോഡ് വീഡിയോസ്. അതിങ്ങനെ പല 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 ചാനൽ, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ പേരൊക്കെ ഈ ദ ടോപ്പ് ജി, മറ്റേ ജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുകൾ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കും ആദ്യം മനസ്സിലായില്ല. ഇത് ഇയാളുടെ ഫാൻസ് ഇടുന്ന അക്കൗണ്ടിൽ അയാൾ ഇടുന്നതാണോ? ആരാണ് ആൻഡ്രൂ ടേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതെന്താ ഇയാളാരാണ്? എന്ത് സംഭവം? ഇത് എനിക്ക് ആദ്യം അങ്ങനെ പിടി കിട്ടിയില്ല. കാരണം ഞാൻ സത്യം വിചാരിച്ചു എൻ്റെ ഈ നമ്മളിടയ്ക്ക് ഈ വാട്സപ്പും മറ്റേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഹാങ് ആവും, ബ്ലോക്ക് ആവുകയെ അങ്ങനെ എന്തോ ആവില്ലേ, നിൽക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ എന്താണ്, ഒരു സാധനം തന്നെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒരു സമയത്ത് ഇയാളുടെ മാത്രം, അതായത് ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ക്യാരക്ടറാണ്, നമ്മളിങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്യില്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ തന്നെ ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ പിടിക്കാനല്ലേ, എന്തോ ഒരു കോമഡി പോലെ ഒരു സംഭവം ആക്കാനാണല്ലോ ഓരോരുത്തരും അത് ചെയ്യാം. അതുപോലെ ഇതെന്തോ ഒരു ക്യാരക്ടറാണ്. ഇയാൾ പറയണൊക്കെ എനിക്കിപ്പോൾ ഞാൻ ഒരു സാധനം കേട്ടിട്ട് ചിരിച്ച് കുറേ ചിരിച്ചിട്ടുണ്ട്. എന്താ അറിയുമോ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതായത് പുള്ളി പറയാ, ഈ ചൈനീസ് സ്ത്രീകളുണ്ടല്ലോ, അവർ പ്രസവിക്കില്ല. ഹാവ് യു എവർ സീൻ എ പ്രഗ്നൻറ്റ് ചൈനീസ് വുമൻ? അതായത് അപ്പം ഞാനല്ലോ സംഭവം ഉള്ളതാണല്ലോ, ഞാനും അങ്ങനെയൊക്കെ ഇതുവരെ ഈ ഇമേജസിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും അത് കണ്ടിട്ടില്ല. പ്രഗ്നൻ്റ് ആയ ഒരു ചൈനീസ് വുമനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചൈനക്കാർ അവിടെ ഒന്നും പ്രസവിക്കല്ല, അവിടെ വേറെന്തോ ചെയ്യണം, അതാണ് അവിടെ ഇത്ര പോപ്പുലേഷൻ എന്നാണ് അയാൾ പറയുന്നത്. ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താണ് സംഭവം, ഞാൻ കുറേ ചിരിച്ച് അത് ഞാൻ ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രഗ്നൻറ്റ് ചൈനീസ് വുമൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അപ്പം നമുക്കെന്താണ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ പോഡ്കാസ്റ്റ്, പുള്ളിയാണ് ആ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നതിനെ എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അങ്ങോട്ട് നോക്കി സംസാരിക്കും. അവിടെ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അതിങ്ങനെ അവിടെ ആരും ഉള്ള പോലെ ഈ സൈഡിലിരുന്നിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാൻ നിങ്ങളുടെ നോക്കി സംസാരിക്കുന്നു, പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ സൈഡിൽ നോക്കിയിരുന്നാ ഇന്നാൾ നീ അങ്ങനെ പറയില്ല, അങ്ങനെ വെറുതെ ചുമ്മാ ആ ഒരു സ്റ്റൈൽ കൊണ്ടുവന്ന പുള്ളിയാണെന്ന് തോന്നും. അപ്പോൾ എന്താണ് ഈ ഇത്രയും ഒരു തള്ളിക്കയറ്റം ആ ഒരു 2021-22 ആ ഒരു കാലഘട്ടത്തിൽ? ഈ 2022 ഏറ്റവും ഗൂഗിൾഡ് ആൾ ഈ ആൻഡ്രൂ ടേറ്റാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദ ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീംസ് ഉണ്ട്. ക്ലിപ്പ് ചെയ്യുക വീഡിയോനെ, ബേസിക്കലി അത്രേ ഉള്ളൂ. ഈ സ്ട്രീമിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഈ സ്ട്രീം ചെയ്യുമ്പോൾ എത്ര മണിക്കൂറാണ്, ഇപ്പോൾ 4-5 നമ്മുടെ മലയാളത്തിലൊക്കെ ആൾക്കാർ സ്ട്രീം ചെയ്യുമല്ലോ, ഈ ഗെയിമും മറ്റേതൊക്കെ, സായി പോപ്പി അങ്ങനത്തെ ആൾക്കാരൊക്കെ സ്ട്രീം ചെയ്യുമല്ലോ, അതൊക്കെ എത്ര മണിക്കൂറാണ്? 4 മണിക്കൂർ. പിന്നെ പുറത്തുള്ളവന്മാർ സ്ട്രീം ചെയ്യും, ഐഷോ സ്പീഡും മറ്റേ ആഡൻ റോസൊക്കെ, അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്ട്രീം ചെയ്യുന്നത് 4-5 മണിക്കൂറാണ്. അപ്പോൾ പണ്ട് എങ്ങനെയാണ്, ഇവരോട് ഇഷ്ടം തോന്നി, ഇവരുടെ സ്ട്രീം സ്ഥിരമായിട്ട് കാണും കേൾക്കണോ ആൾക്കാർ, ഇവരോട് ഇഷ്ടം തോന്നി അവർ വന്ന് അതിലെ മെയിൻ പാർട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കി റീൽസിലും ഷോർട്സിലൊക്കെ ഇടും. ഷോർട്സും റീൽസൊക്കെ അന്ന് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാദ്യം അങ്ങനെ ആരും പെനിട്രേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മാർക്കറ്റ്. അവിടെ അണ്ണം വന്നിട്ട് ഒരു കളി അങ്ങോട്ട് കളിച്ചു. ഒരു എന്താ പറയുക, തരംഗം എന്നൊക്കെ പറയില്ലേ, ട്രെൻഡ്. പുള്ളി ഒരു സാധനം കണ്ടുപിടിച്ചു. കുറേ പിള്ളേർക്ക് പൈസ കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ഇയാളുടെ വീഡിയോസ്, ഇയാളാണെങ്കിൽ ഇനി പറയാത്തതൊന്നുമില്ല, റീഡിങ് ഈസ് ഗേ. നിങ്ങൾ ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഗേ. വൈ യു ഷുഡ് റീഡ് സംബഡി എൽസ് തോട്ട്സ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ നിങ്ങളൊരു അച്ഛനാണെങ്കിൽ നിങ്ങൾ പ്രസവിക്കുമ്പോൾ ഭാര്യയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയാൽ യു ആർ ഗേ. ഇങ്ങനത്തെ അതായത് ഔട്ട്ലാൻഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അതിനൊക്കെ പിടിച്ച് ക്ലിപ്പ് ആക്കി അതിനെ റീൽസാക്കി ഇറക്കി.
അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതെന്തൊക്കെയായാലും പറയുന്നുണ്ട് എല്ലാവരും തമാശ രീതിയിലാണ് എടുത്തത്. എല്ലാവരും എടുത്താണെന്ന് പറയില്ല, ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ആദ്യം കാണുമ്പോൾ ആൻഡ്രൂ ടേറ്റ് എന്തോ എന്തൊക്കെയോ ഇയാൾ പറയുന്നു, ഇയാൾ മില്യണറാണ് പറയുന്നു, ഇടയ്ക്ക് ബില്യണറാണെന്ന് പറയും, ഇടയ്ക്ക് അത്ര മില്യൺ ഉണ്ട് പറയും, ഇടയ്ക്ക് വാട്ട്സ് കളർ ഈസ് യുവർ ബുഗാട്ടി എന്ന് ചോദിക്കും. നിങ്ങളുടെ ബുഗാട്ടിയുടെ കളർ എന്താണുള്ളത്. ഇയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയും. ഇയാളുടെ കുറ്റം പറഞ്ഞാൽ പറയും ആഹാ ഇയാളുടെ കുറ്റം പറയാനായ വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടി, നിൻ്റെ ബുഗാട്ടിയിൽ കളർ എന്താ, ഇയാളൊരു ബുഗാട്ടി എന്തോ ഉണ്ട് ഇയാളുടെ കയ്യിൽ, അതൊക്കെ റെൻ്റാണോ എന്താണെന്നൊന്നും അറിയില്ല, സാധനമുണ്ട്, കുറേ കാറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആയി, ഇയാൾ എങ്ങനെ മില്യണറായി? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ 2022 ശേഷം പുള്ളീനെ ഫോളോ ചെയ്ത് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കേട്ട് പുള്ളീനെ കൂടുതൽ അറിയാൻ തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് മിസ് ചെയ്തിട്ടുണ്ടാവും. 2 ആൻഡ്രൂ ടേറ്റ് ഉണ്ട്, ഒന്ന് ബിഫോർ ഫേമസും ഒന്ന് ആഫ്റ്റർ ഫേമസും. ഈ ബിഫോർ ഫേമസ് പുള്ളി ചില കാര്യങ്ങളും പുള്ളി സത്യസന്ധമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ടോ ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, ഇയാൾ നല്ലൊരു റോൾ മോഡലാണ്. ഓക്കെ, ഇയാളുടെ ടാർഗറ്റ്, ഇയാളുടെ ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് 12 to 18 വയസ്സുള്ള യങ് ആയിട്ടുള്ള ആൺകുട്ടികളാണ്. ഓക്കെ, അതെന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ വിചാരം ആൻഡ്രൂ ടേറ്റിനെ പോലെ ഒരാളാവണം വലുതാവുമ്പോൾ, കുറേ കുറേ മോഡൽസ് കൂടെ. ഇയാളുടെ പിന്നെ മോഡൽസിൻ്റെ ഇതൊക്കെ അറിയാമല്ലോ, പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പറഞ്ഞ് കേട്ടിരുന്നോളും, ഇല്ലെങ്കിൽ ഇടിച്ച് അവരിനൊക്കെ പപ്പടമാക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു പ്രായത്തിൽ കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ ഇയാൾ, പിന്നെ ഇയാൾ വലിയ പൈസ ഉണ്ടെന്ന് പറയുന്നു, വലിയ വീട്, കാറ്, കുറേ ഫോറിൻ കാർസ്. അപ്പോൾ നൈസാണല്ലോ ആൻഡ്രൂ ടേറ്റ്, അണ്ണൻ പറയുന്ന പോലെ എല്ലാം ചെയ്യാം, അണ്ണൻ പറയുന്ന പോലെ കേൾക്കാം എന്നാണ് നമ്മളൊരു ആ ഒരു പ്രായത്തിൽ ഒരു ടീനേജ് പ്രായത്തിന് എത്ര മുന്നേ ഉള്ള പ്രായമല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് ആ ഒരു പ്രായം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെമ്പിള്ളേരനൊക്കെ അടക്കിയിരുത്തണം, പെമ്പിള്ളേരൊന്നും ശരിയല്ല, അവരിനെയൊക്കെ ഇടിച്ച് ശരിയാക്കണം എന്നൊക്കെ കാര്യം കേൾക്കുമ്പോൾ അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്, അങ്ങനെയൊക്കെ ചെയ്താൽ ഇതുപോലെ വലിയ പൈസയും വലിയ മോഡൽസിൻ്റെ കൂടെയൊക്കെ ഇരിക്കുക, വലിയ കാറിലൊക്കെ പോവുക എന്നൊക്കെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ ഉണ്ടായി. ഇഷ്ടംപോലെ കേസുണ്ട്. കേസിൻ്റെ അവിടെ നിൽക്കട്ടെ, ഒരു ലോഡ് ആൾക്കാരാണ് ഇയാൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതായത് ഗ്രിഫ്റ്റേഴ്സ് എന്നാണ് ഇവരിനെ പറയുക. ഗ്രിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും വിശ്വസിക്കുന്നില്ല, ട്രെൻഡിങ് ആയിട്ട് ഇപ്പം എന്താണോ അത് ചെയ്യുക, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ. കോമഡി സാധനങ്ങളുണ്ട്. ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല ഒരു പോഡ്കാസ്റ്റിന് റിസർച്ച് ചെയ്തപ്പോൾ, ഇത്രയും ചിരിച്ചിട്ട് ഞാൻ ഇതുവരെ റിസർച്ച് ചെയ്തിട്ടില്ല. എപ്പോഴും മറ്റേ കോൺസ്പിറസി, ഗവൺമെൻറ് ഇങ്ങനെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെപ്പോഴും. ഇത് കോമഡി എന്ന് പറഞ്ഞാൽ എന്ത് കോമഡി അറിയോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു വീഡിയോ ഉണ്ട്, അതായത് പുള്ളി പറയാണ് പോൺ എന്ന് പറയുന്നത് മോശമാണ്, വളരെ മാമനോടൊന്നും തോന്നില്ല മക്കളെ, പോൺ കാണരുത്, കുട്ടികളായത് കാണരുത്, വളരെ നല്ലൊരു ഉപദേശമാണ്. കേട്ടോ, let's accept pornography is bad for a society. Let's accept that to be a fact. It is a fact. True. Okay. Yeah. Why are they trying to destroy the society? Who are these people? What is their end goal? Is their end goal the of children? Is their end goal 12-year-olds to sit there and watch and want to have? Okay. അതായത് പുള്ളി പറയുന്നത് കുട്ടികളിൽ പോൺ കാണാനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഈ പോണൊന്നും നല്ലതല്ല, നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനും നന്നല്ല, അതൊക്കെ നിർത്തണം. അപ്പോൾ ഇയാൾ ദേ എന്ന് പറയുന്നുണ്ട്, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി വേറൊരു വീഡിയോ ഉണ്ടോ, ഫുൾ വീഡിയോ കണ്ടോ? ഇതൊന്ന് ചിരിക്കാനാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. I have to fuck her so she obeys me. I don't give a shit about having sex with beautiful women. I fuck them so they listen to me, so I can get what I actually want, which is not them. It's a means to an end.
every single Bond girl was exploited. That's exactly what I do. When I watch a Bond film and I see him basically pimp a bitch, to me that speaks to my heart. I've been there. I've done that. Anyone who's followed me long enough knows that I first made my $1 million with a webcam business. I have met beautiful women with a good personality and thought, she will make me money. I have to fuck this bitch. I don't want to have sex with her. I just need the money. മനസ്സിലായില്ലേ? അതായത് പോണൊന്നും കാണരുത് മക്കളെ എന്ന് പറയും. എന്നിട്ട് അണ്ണൻ എങ്ങനെ അപ്പം അണ്ണ എങ്ങനെ മില്യണർ ആയത്? അത് ഞാനൊരു പോൺ വെബ്സൈറ്റ് തുടങ്ങിയിട്ട്. ഇത്രയും നുണ പറയണ ഒരു ഇൻ്റർനെറ്റ് പേഴ്സണാലിറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നുണ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഒരു സെഗ്മെൻ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, വീഡിയോൻ്റെ ഇടയിൽ വരും ഇയാളുടെ നുണകൾ. വായെടുത്ത നുണ അത് അതായത് പുള്ളിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ പിടിച്ച് നിൽക്കുന്നതും. എന്തൊക്കെ അലിഗേഷൻസ്, റേപ്പിൻ്റെ കേസ്, മറ്റേ സെക്ഷൽ അസോൾട്ടിൻ്റെ കേസ്, ടാക്സിൻ്റെ കേസ്, കുറേ കേസുണ്ട്. അത് പല രാജ്യങ്ങളിലായിട്ടാണ്. UK അമേരിക്കയിലുണ്ട്, മറ്റേ ഇയാളുടെ സ്ഥലം റൊമേനിയയിലുണ്ട്, എല്ലാവിടെയും കേസുണ്ട്. പക്ഷെ എന്നിട്ടും പിടിച്ചു നിൽക്കുന്നതും ഇത്രയും സപ്പോർട്ടേഴ്സ് ഉള്ളത് വേറൊരു പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ ക്ലിപ്പേഴ്സൊക്കെ എവിടെ നിന്ന് വരുന്നത്? ആകാശത്ത് നിന്ന് പൊട്ടി വരുന്നതല്ല. പുള്ളിയുടെ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവത്തിൻ്റെ അകത്താണ് ഇത് മൊത്തം നടക്കുന്നത്. അവരൊക്കെ വേറെ തന്നെ ഒരു ലോകത്താണ്. അത് പറഞ്ഞുതരാം. പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം. അത് എങ്ങനെ, അതിപ്പോൾ മതം മാറിയിട്ടായാലും, മതമൊക്കെ മാറി കുറേ ആൾക്കാരിനെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ഇയാൾ മുസ്ലിം മതത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറേ ആൾക്കാരും ഈ റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറേ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ്, അവരിനെയും പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്ന് വ്യൂസൊക്കെ കിട്ടി അവരിനെയും പറ്റിച്ചു. മൊത്തം പറ്റിക്കൽ. നീ അയാളുടെ അടുത്തൊരു പറ്റിക്കൽ. ഇതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഇറങ്ങുമോ? ക്രിപ്റ്റോൻ്റെ മൊത്തം സ്കാമാണല്ലോ അണ്ണാ നടക്കുന്ന നാട്ടിൽ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടോ? മീം കോയിൻസും മറ്റേ കോയിൻസൊക്കെ നിങ്ങൾ സെല്ല് ചെയ്യാനൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഓക്കെ, അണ്ണ എന്താ പറയുന്നത് കേൾക്കാം. Are you going to launch your own crypto? No, I'll never launch a crypto. I just like to with crypto Twitter because crypto Twitter are full of the biggest degenerate losers on the planet. ഓക്കെ, അതായത് ക്രിപ്റ്റോയിലുള്ളവരൊക്കെ ലൂസേഴ്സാണ്, മണ്ടന്മാർ. ക്രിപ്റ്റോ ഇസ് ഗേ. ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണ്, എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇയാളുടെ കാര്യം ഭയങ്കര ഈസിയാണ്. അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാണ്, അണ്ണൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അണ്ണൻ പോൺ വെബ്സൈറ്റ് ഒന്നും തുടങ്ങില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ്രൂ ടേറ്റ് സെയിങ് ഹീ സ്റ്റാർട്ടഡ് പോൺ വെബ്സൈറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഇയാളുടെ ഒരു 10-20 ഇൻ്റർവ്യൂവും ഇതുപോലത്തെ പോഡ്കാസ്റ്റും ഇയാളെന്നെ പറഞ്ഞിട്ട് ഉള്ള സാധനമുണ്ട്. അത് നമുക്ക് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതൊന്നും ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് പോകുന്നു വേണ്ട, ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതേ സംശയം നിങ്ങൾ ചെയ്തോ. അപ്പോൾ ഇപ്പം എന്താണ്, ക്രിപ്റ്റോ ശരിയല്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇതൊക്കെ ലൂസേഴ്സിൻ്റെ പരിപാടിയാണ്. അതിക്കൊന്നും പോകരുത് മക്കളെ, ക്രിപ്റ്റോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്ന കുറച്ച് കാര്യം കേട്ടോ. We're almost at 15,000 students. Once we get to 25,000 students, we're going to start affecting markets. Am I allowed to say this on YouTube? Don't care. Top G, Trigger Dawn, say what I want. SEC, come from me. I'm in Romania. There ain't no SEC in Romania. We're fucking scammers. You know, we're fucking... SEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സെബി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ അമേരിക്കത്തെ SEC. Trigger Dawn, say what I want. SEC, come from me. I'm in Romania. There ain't no SEC in Romania. We're fucking scammers. You know, we're fucking scammers. We're out here doing what we want. I'm gonna pump a coin up, make 10M, peel it off for me and my boys. Hate you only to the top. Bunch of fucking brokies on the outside, wage cucks losing their life savings. ഏണ്ട് അണ്ണൻ സ്കാം ഒന്നും ചെയ്യില്ല. ആൻഡ്രൂ ടേറ്റ് സേയിങ് ഹീസ് എ സ്കാമർ എന്ന് അടിച്ചു കൊടുത്താൽ ഈ വീഡിയോ വരും. അതിൽ പറയുന്നുണ്ട് ഐ ആം എ സ്കാമർ, വി ആർ സ്കാമേഴ്സ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? അതായത് പുള്ളി ക്രിപ്റ്റോൻ്റെ ഓരോന്നും ചെയ്യുന്നുണ്ട്. ഞാൻ റൊമേനിയയിലാണുള്ളത്, ധൈര്യം ഉണ്ടെങ്കിൽ റൊമേനിയയിലേക്ക് വേണം എന്നാണ് ഈ SECക്കാർ ഈ
സ്റ്റോക്കിൻ്റെയും ഈ ക്രിപ്റ്റോൻ്റെയൊക്കെ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ റൊമേനിയയിലേക്ക് വേണം ആ സീന്. ഫുള്ളൊരു ഉഡായിപ്പ് ചങ്ങായി. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉഡായിപ്പ് ഞാൻ ഒരാളുടെ കണ്ടിട്ടില്ല. പുള്ളി ചെയ്യുന്നത് മറ്റേ എന്താ പറയുക, മറ്റേ എന്താണ് ലോകം ഇടിഞ്ഞു വീണ തെറ്റ് അങ്ങനെയൊന്നും അല്ല. പോൺ വെബ്സൈറ്റൊക്കെ തുടങ്ങിക്കോ, കുഴപ്പമില്ല. എന്നാലും ഈ ഉപദേശവും ഊമ്പിക്കലും ഒരുമിച്ച് വേണ്ട എന്ന് അത്രേ പറയുന്നുള്ളൂ. മനസ്സിലായ? അതായത് പുള്ളി എന്നെ പറയും, ആ നിങ്ങളൊന്നും ചെയ്യരുത് മക്കളെ, എന്നിട്ട് പുള്ളി നേരെ പോയി അതന്നെ ചെയ്യും. അതാണ് ഗ്രിഫ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇങ്ങനെ ഉള്ളവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും ഇപ്പോഴും വിചാരിച്ച് വെച്ചിട്ടുണ്ട് ഇയാളൊരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവസാനം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പുള്ളി ആദ്യം ചെയ്ത നല്ല കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കുറേ ക്ലിപ്പേഴ്സിനെ ഉണ്ടാക്കി. ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേരാണ്, എഡിറ്റ് ചെയ്യാൻ മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഇയാൾ നല്ലോണം പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അയാളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അയാളുടെ ഒരു ഡിസ്കോഡ് സെർവർ ഉണ്ടാവും. ആ ഡിസ്കോഡ് സെർവറിൽ ഇപ്പോൾ നിങ്ങൾ അയാളൊരു ഇത് പറയും, ഇന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്. ആ ടോപ്പിക്കിൽ ഇപ്പോൾ ട്രാൻസിൻ്റെ എതിരെ ഇപ്പോൾ എന്തെങ്കിലും നടക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്യണ്ടാവും. അപ്പോൾ ഇയാൾ ട്രാൻസിനെതിരെ പറഞ്ഞ എന്തെങ്കിലും വീഡിയോസ് ഇയാളിനെ ചിലപ്പോൾ ഇടും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയും നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചിട്ട് അങ്ങനത്തെ വീഡിയോസ് ഇടും. അങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വ്യൂസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അത് ഇട് എന്ന് പറയും. അപ്പോൾ ഇയാളുടെ താഴെ ക്ലിപ്പേഴ്സായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. വീഡിയോ എഡിറ്റേഴ്സാണ്, ക്ലിപ്പേഴ്സ് എന്ന് വിളിച്ചിട്ട് എഡിറ്റേഴ്സ് ഇട്ട്. ഈ കുറേ എഡിറ്റർമാരും അവർക്കൊക്കെ ഓരോ ചാനൽ വെച്ചിട്ടുണ്ടാവും. ടോപ്പ് ജി മോട്ടിവേഷൻ, ടോപ്പ് ജി ഈസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുണ്ടാവും. അപ്പോൾ ഈ ചാനലിൽ ഇവർ ഈ വീഡിയോ ഇടും. എന്നിട്ട് അതിനൊരു 1 മില്യൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് ഇയാളൊരു $5,000 അല്ലെങ്കിൽ $1,000 എന്തെങ്കിലും കൊടുക്കും. അല്ലാണ്ട് ഈ പേയ്മെൻ്റ് ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലും മറ്റേതിലൊന്നും റീൽസൊക്കെ ചെയ്ത് എന്ത് പേയ്മെൻറ്റ് കിട്ടുമോ, ഒന്നും ഒരു തേങ്ങയും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഒരു കൂട്ടം ആൾക്കാരനെ വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓ ഇയാൾക്ക് ഇത്രയും ഫാൻസോ? കാരണം നമുക്കിത് അന്ന് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും, ഇങ്ങനെ ഈ പൈസ കൊടുത്ത് നമ്മുടെ വീഡിയോസിനെ ചെറിയ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്ത് ക്ലിപ്പുകളാക്കി മാറ്റി അതിനെ പോസ്റ്റ് ചെയ്ത് അതിന്ന് വരുമാനം ഉണ്ടാക്കാമെന്നൊന്നും അന്ന് അറിയാം. കുറച്ച് പേർക്ക് അറിയാം. ഒരു നോർമൽ ഒരു പേഴ്സൺ, ഒരു ഇൻ്റർനെറ്റ് യൂസറിന് ഒരിക്കലും അറിയില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുമോ, എങ്ങനെ ഇയാൾ ഗൂഗിൾസ് മോസ്റ്റ് ഗൂഗിൾഡ് മാനായി 2022 ഇങ്ങനെയാണ്. ഇയാൾ ഒരു കൂട്ടം ആൾക്കാരനെ പിടിച്ചിരുത്തി ഡിസ്കോഡ് സെർവറിൽ അവരെ കയറ്റി അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഫുൾ അങ്ങോട്ട് സംഭവമാക്കി. പിന്നെ ഇയാൾ ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യാപ്പിംഗ് എക്സ്പേർട്ടാണ് പുള്ളി. അതായത് പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെറിയൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ പുള്ളി അതിനെ പിടിച്ച് പുള്ളിയുടേതായിട്ട് രീതിയിൽ എന്തൊക്കെയോ പറയും. അതായത് നോർമൽ കാര്യമായിരിക്കില്ല, അതൊരു എക്സ്ട്രീം സംഭവമായിരിക്കും. റീഡിങ് ഈസ് ഗേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്താണ്, ഈ ഇഷ്ടംപോലെ കോണ്ടൻ്റ് ഉണ്ട് ഇവർക്ക്. ഈ എഡിറ്റേഴ്സിനൊക്കെ കൊണ്ടുവന്നു ഇത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇയാൾ പണ്ട് തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ഇയാൾ അതാണ് ഞാൻ പറഞ്ഞത്, ബിഫോർ ഫേമസും ആഫ്റ്റർ ഫേമസും. ബിഫോർ ഫേമസ് ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാണ്ടല്ലോ, ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ഈസ് ക്രേസി എന്ന് പറയില്ലേ. ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്ത് തോന്നിവാസം ചെയ്താലും 10 കൊല്ലം മുന്നേ ചെയ്താലും 20 കൊല്ലം മുന്നേ ചെയ്താലും ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ഉള്ളത് തന്നെയാണ്. അത് ഇയാളുടെ കേസിലാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഏട്ടനും അനിയനും കൂടി ഇരുന്നിട്ട് പറയുന്ന കാര്യമാണ്. But if your girl won't wave her titties at a computer, when you're not with her, she's touching her pussy in front of a laptop anyway. If that girl won't do it for you to help change both your lives, that's a good test. Get rid of her straight away, because she ain't ever going to help you do shit. It's true. Like, oh. നല്ലൊരു സ്ത്രീയാണോ, നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി നിങ്ങൾക്ക് വേണ്ടി
ഡ്രസ്സ് ഊരി വെബ് ക്യാമിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത്. ട്രിസ്റ്റൻ ഡേറ്റാണ് പറയുന്നത്. അനിയനാണ് പറയുന്നത്. ഇത് 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 ഇവരെന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോ. ഇത് ഞാൻ ഉണ്ടാക്കുമോ ആരും ഉണ്ടാക്കിയ വീഡിയോ അല്ല. അപ്പോൾ ഇവരൊക്കെ നല്ലവരാണ് എന്ന് പറയുമ്പോഴാ ഈ വീഡിയോ കാണൂ എന്നുകൊണ്ട് എടുത്തു കൊടുത്താൽ മതി. എന്നിട്ടും ഇത്രയും ആൾക്കാർക്ക് ഇത് കാര്യമൊന്നും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കത് എന്ത് വെച്ചിട്ട് എന്താലോചിച്ചിട്ട് മനസ്സിലാവില്ല. വീഡിയോ ഫുള്ള് കാണാം. നല്ല രസമാണ് വീഡിയോ. It's a good test. Get rid of her straight away because she ain't ever going to help you do shit. It's true. Like, oh, morals, blah, blah. He was talking about how his wife would never do anything like that. And I said, okay. So imagine you are financially broke and you fall on hard times. And you mean it when you say it. You tell your wife she's going on webcam and OnlyFans, or you're leaving her. There are two choices. One, she lets you leave her, in which case she doesn't love you. Or two, നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരൊരു ഓൺലി ഫാൻസ് തുടങ്ങും. തുടങ്ങിയില്ലെങ്കിൽ അവർക്ക് സ്നേഹമില്ല. എന്ത് ഇയാൾ പറയുന്നത് കേട്ടാ. ഇതാണ് ഈ 12 തൊട്ട് 18 വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് പോയി പറയുന്നത്. അവിടെ മാനേജർ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് 12 to 18 ആണെന്നൊന്നും പറയല്ല. ഇവരുടെ മാനേജർ ഉണ്ട് ഒരാൾ. അയാൾ തന്നെ വന്ന് പറഞ്ഞ കാര്യവും ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് 12 to 18 വയസ്സുള്ള യങ് ആയിട്ടുള്ള ആൺകുട്ടികളാണ് മെയിൻ ടാർഗറ്റ് ഓഡിയൻസ്. അവർ കേൾക്കുന്ന കാര്യമാണിത്. നിങ്ങൾ ജോലിയൊന്നും എടുക്കരുത്. ഗോയിങ് ടു 9 to 5 ഈസ് ഗേ. 9 to 5 ജോലി എടുക്കുകയാണെങ്കിൽ യു ആർ ഗേ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കിയിട്ട് അവരെ കൊണ്ട് തുണി ഊരിപ്പിച്ച് വെബ് ക്യാമിൻ്റെ മുന്നിൽ നിർത്തുക. എന്നിട്ട് അത് വെച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുക. അങ്ങനെ എന്നാൽ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗേൾ ഫ്രണ്ടിന് നമ്മുടെ അടുത്ത് സ്നേഹമുണ്ടെന്ന്. ഹായ്, പൊളി ഐഡിയ. ഇതാണ് ഇവരുടെ ഐഡിയോളജി. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവർക്കെതിരെ സെക്ഷൽ അലിഗേഷൻസിന് കേസ്, റേപ്പിന് കേസ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളെയും സ്ത്രീകളെയും വേറൊരു സ്ഥലത്തു നിന്ന് ഇവരുടെ സ്ഥലത്തേക്ക് റൊമാനിയയിലേക്ക് കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി ഈ പോൺ വെബ്സൈറ്റും ഈ വെബ് ക്യാമിൻ്റെ വെബ്സൈറ്റിലും അവനെ കൊണ്ട് ഇരുത്തി എന്നാണ് കേസ്. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നു. അപ്പോൾ ഇതിന്ന് രക്ഷപ്പെടണം. അതാണ് അണ്ണൻ്റെ ബ്രില്യൻസ്. രക്ഷപ്പെടണം. കുറേ ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്ക്, യങ് ആയിട്ടുള്ള കുറേ ആൾക്കാർ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യണ പോലത്തെ ഒരു ന്യായീകരണം പറയണം, റീസൺ പറയണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു പോലീസ് പിടിച്ചു. അപ്പോൾ നമ്മളെന്ത് പറയും? ഈ നിരപരാധിത്വം തെളിയിക്കാൻ എൻ്റെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വിചാരിക്കുക അയ്യേ ഇതെന്ത് ഇയാൾ, ഹൂ ഇസ് ദിസ് ബൂമർ എന്ന് പറയും അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ചെറിയ പയ്യന്മാർ. അപ്പോൾ എന്ത് പറയണം? ഒരു പോപ്പ് കൾച്ചർ റെഫറൻസ് വെച്ചിട്ട് ഒരു കാര്യം പറയണം. പുള്ളി ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പുള്ളി പറയണം, എന്നെ പിടിച്ചത് ആരാന്നറിയോ? പോലീസല്ല. പട്ടാളമാണോ? അല്ല. റൊമാനിയൻ പോലീസ് അല്ല. എന്നെ പിടിച്ചത് മേട്രിക്സ് ആണ്. മേട്രിക്സ് ഈസ് ബിഹൈൻഡ് മീ. എൻ്റെ പിന്നാലെ മേട്രിക്സ് ഉണ്ട്. ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ, എലീറ്റ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഇല്ലുമിനാറ്റി പോലത്തെ ആൾക്കാർ, അവരാണ് ഇതിൻ്റെ പിന്നിൽ. അവരാണ് മേട്രിക്സ്. അവരാണ് എൻ്റെ പിന്നിൽ നടക്കുന്നത്. നിങ്ങൾ മേട്രിക്സിൽ നിങ്ങളും പെടണ്ട. ഞാൻ രക്ഷിക്കാം, മാമൻ വന്ന് രക്ഷിക്കുക. നിങ്ങളാരും പേടിക്കേണ്ട മക്കളെ, ഞാനുണ്ട്. ഞാൻ ജയിലിൽ നിന്ന് വന്നോട്ടെ, എന്നിട്ട് വേണം നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ. ഇതാണ് അണ്ണൻ കണ്ടുപിടിച്ച റീസൺ. കിട്ടില്ല റീസൺ അല്ലേ? അപ്പോൾ ഈ കോൺസ്പിറസി വിഷുവിൻ്റെ ആൾക്കാരും ഈ പിള്ളേരൊക്കെ കുറച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ. പിള്ളേരിപ്പോൾ ന്യൂസും ഇതൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ പിള്ളേർ വിചാരിക്കും, ഓ
മേട്രിക്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഓ മേട്രിക്സിലെ ഓ ശരിക്കായിരിക്കുമോ, ഇയാളായിരിക്കുമോ മോർഫിയസ്, മറ്റേ ഞങ്ങളൊക്കെ നിയോ, മാട്രിക്സ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നോർമൽ വേൾഡിൽ നിന്ന് വേറെ വേൾഡിലേക്ക് കൊണ്ടുപോകും മോർഫിയസ്. പുള്ളി തന്നെ പറയുന്നുണ്ട് അയാളെ മോർഫിയസ് ആണെന്ന്. ഞാൻ പറയുന്നതല്ല, പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ മോർഫിയസ് ആണ്, നിങ്ങളൊക്കെ നിയോ, നിങ്ങളൊക്കെ രക്ഷിക്കാൻ ഞാൻ വരാം. എങ്ങനെയുണ്ട്? അപ്പോൾ അതാണ് അണ്ണൻ്റെ ബ്രില്യൻസ്. അത് എന്ത് പ്രശ്നത്തിൽ പെട്ടാലും അതിന് രക്ഷപ്പെടാൻ അണ്ണന് കൃത്യമായിട്ടും അറിയാം. അത് ആരിനെ ടാർഗറ്റ് ചെയ്യണമെന്നും അറിയാം. വേറെ എന്ത് റീസൺ പറഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇയാൾ കോടതി കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. അത് കേസൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. ഇത് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഒരു ഫെയിം ഉണ്ടല്ലോ, ഇൻ്റർനെറ്റ് ഫെയിം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഈ പിള്ളേരുടെ അടുത്ത് ഇതൊക്കെ പിടിച്ചു നിൽക്കണ്ടേ? പിള്ളേർ പറയില്ല നിങ്ങളെന്തോ മറ്റേ റേപ്പ് കേസിൽ പെട്ടിട്ടാണ് അകത്തായി എന്ന് ചോദിക്കില്ല. അപ്പോൾ പറയും അല്ല റേപ്പ് കേസിൽ പെട്ടിട്ടല്ല, ഞങ്ങളെ മേട്രിക്സ് പിടിക്കാൻ വന്നിട്ടാണ് എന്ന് പറയണ്ടേ? അത്രേ ഉള്ളൂ. എല്ലാം കോൺഫസ് ചെയ്യണ, എല്ലാ കുറ്റവും ഏറ്റു പറയണ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഓവർ ഫ്ലഡിങ് എന്ന് പറയില്ലേ, ഫ്ലഡ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് ആൻഡ്രൂ ടേറ്റിൻ്റെ ഇങ്ങനത്തെ ഓരോ വേണ്ടാത്ത വീഡിയോസ് കിട്ടും. ഇയാൾ പണ്ട് കുറ്റം സമ്മതിച്ചിട്ടുള്ള വീഡിയോസ്. ഞാൻ പെണ്ണുങ്ങളിലൊക്കെ ട്രാഫിക് ചെയ്തു, ഞാൻ പെണ്ണുങ്ങളിലേക്ക് അപ്പോളെ വീഡിയോ ഉണ്ടല്ലേ, പിന്നെ എനിക്ക് ഇടിക്കും, എന്നിട്ടേ എനിക്ക് ഇത് കിട്ടുള്ളൂ, അവരിനൊക്കെ നിലയ്ക്ക് നിർത്തിയെങ്കിൽ അവനൊക്കെ ഇടിച്ചവനെ ഇതാക്കണം. ഫിസിക്കൽ അബ്യൂസ് ന്യായീകരിക്കുകയാണ് പുള്ളി അവിടെ. മിസോജനി എന്നൊക്കെ പറയില്ല പുതിയ ഫെമിനിസ്റ്റ് ആൾക്കാർ. അതൊന്നും ഒന്നുമല്ല. ഇയാൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്യൂ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെയോ ഭാര്യനെയോ ആരിനെയോ വെച്ചാൽ എന്നാണ് പറയുന്നത്. അഡോളസൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ നെറ്റ്ഫ്ലിക്സിൽ, നല്ലൊരു സിനിമ, സിംഗിൾ ഷോട്ട് പോലെ എടുത്ത സിനിമ. അതിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പുള്ളിയുടെ ഈ തോന്നിവാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസൽ ദ തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഇൻസൽസ് എന്ന് വിളിക്കും. ഇൻസൽസ് എന്ന് വിളിക്കുന്നത് അതാണ്. ഇതെന്താ സംഭവം എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ല. ഈ ആബ്സെൻ്റ് ഫാദേഴ്സ് ഉണ്ട് പുറത്തൊക്കെ. അതായത് ഈ അച്ഛനും മാരും ഉണ്ടാവില്ല, സിംഗിൾ മദേഴ്സ് ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാർ. അച്ഛന്മാർ വിട്ടിട്ട് പോവും, അച്ഛന്മാർ വേറെ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് വേറെ ആൾക്കാരുടെ കൂടെ പോവും. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഈ UK യിലും US യിലൊക്കെ. അപ്പോൾ ഇവർക്ക് അമ്മമാരാണ് ഇവരിനൊക്കെ വളർത്തണം. അപ്പോൾ ഇവർക്കൊരു മാസ്കുലിനായിട്ടുള്ളൊരു റോൾ മോഡലോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നോക്കിക്കാണാൻ ഒരാളില്ല. അപ്പോഴാണ് അണ്ണൻ വന്നിട്ട് പറയുന്നത് ഞാനാണ് ആൽഫ മെയിൽ, ഐ ആം ദ ആൽഫ മെയിൽ ഓഫ് ദിസ് വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ആൽഫ മെയിൽ അത് ഞാനാണ്. ആൽഫ മെയിലൊക്കെയാണ്. പക്ഷെ അണ്ണൻ തന്നെ പറയുന്നുണ്ട് ഭംഗിയുള്ളൊരു ട്രാൻസിനോട് സെക്സ് ചെയ്യണോ അതോ അഗ്ലി ആയിട്ടുള്ളൊരു വുമനോട് സെക്സ് ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചാൽ അയാൾ ആൻഡ്രൂ ടേറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ട്രാൻസിനാണ് സെക്സ് ചെയ്യുക എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ ആൽഫ മെയിലാണ്. ഓക്കെ, ആൽഫ മെയിലാണ്, അത് വിട്ട് കളിയില്ല. ഈ സിഗ്മ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരില്ലേ, ഈ ഇൻസെൽസ് സിഗ്മ എന്നൊക്കെ പറയുമ്പോൾ, ഇൻസെൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഒരു പാത്താമാരനെ പോലെ ഇരിക്കണം. അപ്പോൾ ഇവരിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇയാളൊരു ഫേമസ് ഒരു സാധനമുണ്ട്, 80% വുമൻ വാണ്ട്സ് 20% ടോപ്പ് മെൻ. അതായത് ടോപ്പ് മെൻ എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇയാളെ പോലെ മറ്റേ കുറേ മസിലും കുറേ കാറൊക്കെ റെൻറ്റിനെടുത്ത് അവിടെയും ഇവിടെയൊക്കെ നിർത്തി ഈ പോൺ വെബ്സൈറ്റും തുടങ്ങി കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന ഈ ടോപ്പ് 20% ആണുങ്ങളിനകത്ത് 80% സ്ത്രീകൾക്കും വേണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളെ പോലെ ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഇയാളെ പോലെ വലിയ ഒരു ഒരാളാവണം, ഇല്ലെങ്കിൽ യു ആർ എൻ ഇൻസൽ. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് വയലൻസ് എഗെയിൻസ്റ്റ് വുമനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരൊക്കെ നമ്മുടെ അടിയിലാണ്, നമുക്കാണ് ശക്തി ഉള്ളത്, അവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അടിച്ചവരുടെ ശരിയാക്കണം എന്ന് പറയും.
ഇങ്ങനെ ഒരു പറയുന്ന ഒരു 10,000 വീഡിയോ ഉണ്ട്. ഞാൻ ഒരു വീഡിയോ അപ്ലൈ കാണിച്ചു തന്നു. ഇതൊക്കെ കാണിച്ചു തന്ന അവസാനം ഈ വീഡിയോ റിമൂവ് ആവുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് സംഭവം. ഇത് ഇയാളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പണ്ട് ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി എന്നോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്. ഇപ്പം അതിന് പേര് മാറ്റി ദ റിയൽ വേൾഡ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ സപ്പോർട്ടേഴ്സ് മുഴുവൻ അവിടെയാണ്. അപ്പോൾ ഇയാൾ എന്തെങ്കിലും ഒരു കാര്യം പറയും, ഇയാൾ ഇതുപോലെ ചെയ്ത വേറൊരു കാര്യം പറയാം. KSI എന്ന് പറഞ്ഞിട്ട് മറ്റേ UK ആ മറ്റേ ഇൻഫ്ലുവൻസർ ഇല്ലേ, പ്രൈമിൻ്റെ ഒക്കെ ആൾ, പുള്ളി എന്ത് പറഞ്ഞു, ആൻഡ്രൂ ടേറ്റിനെ പുറത്താക്കി, ട്വിറ്ററിനും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ബാൻ ചെയ്തു ഒരു സമയത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു അടിപൊളി, താങ്ക് ഗോഡ് ഈ ആൻഡ്രൂ ടേറ്റിനൊന്ന് ഒഴിഞ്ഞു കിട്ടിയാലേ ബാധ എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി എന്ത് ചെയ്തു, ഇയാളുടെ അന്നത്തെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയാണ്, ഇതൊക്കെ ഡിസ്കോഡ് സെർവർ പോലത്തെ ഇയാളുടെ തന്നെ ഒരു ആപ്പോ എന്തൊക്കെയോ ആണ്. അപ്പോൾ അതിൽ എന്ത് പറഞ്ഞറിയാം, ഈ KSIനെ കുറിച്ച് ഒരു, അതായത് KSI എന്തെങ്കിലുമൊക്കെ വേണ്ടത്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യും. ബൗണ്ടി, ഇവർ ബൗണ്ടി എന്നാണ് പറയുന്നത്, അതായത് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗണ്ടി ഇട്ടു. ഇവരുടെ ഒരു കസിൻ ഉണ്ട് ലൂക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ലൂക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ലൂക്ക് വന്നിട്ട് ഇവർക്കെതിരെ ഒരു ബൗണ്ടി ഇട്ടു, KSIക്കെതിരെ. KSI എന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, അതായത് ഞാൻ ആ ഒരു സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ കുറേ ഹെയ്റ്റ്, അതായത് റാൻഡമായിട്ട് കുറേ കമൻസും റാൻഡമായിട്ട് കുറേ കാര്യങ്ങളും ഇവനെതിരെ ഇവൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചില്ല. ഈ ലൂക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ബിഫോർ ഫേമസ് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ പുള്ളീൻ്റെ കൂടെ ഈ ബുഗാട്ടി കാർ മേടിക്കാനും ഒക്കെ പോണ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ചങ്ങായ ലൂക്ക്. ഇവനൊക്കെ ഇപ്പോൾ ഇവിടെ ആരായെന്ന് കണ്ടോ. ലൂക്ക് ഇവരുടെ ആ ഡിസ്കോഡ് സെർവറിൽ അവൻ്റെ വോയിസ് ഉണ്ട്, അവൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. Whenever there's someone who made like a hit piece video on the War Room or anything negative about the War Room, right? There's some YouTube videos out there that exist. You always need to discredit the person who made the video. That is the key. You need to make the person who made the video be a liar. That's what you need to be. They need to be a geek, a dork, nerd, geek, liar. That's what they need to be. Someone who's completely not trustworthy. You need to destroy the source. There's no other way to do it. Because someone's lying. So it better be that. മനസ്സിലായില്ലേ? ഇപ്പന്മാർ മണ്ടന്മാർ, ഇതൊക്കെ മറ്റേ ഒളിച്ചും അത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഈ PR വർക്കൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു PRO അല്ലെങ്കിൽ ബോട്ടിൻ്റെ അറ്റാക്കോ ആരെങ്കിലും മറ്റേ എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യൂ. ഇവന്മാർ അവരുടെ ഡിസ്കോഡ് സെർവറിലിട്ട് അതായിരിക്കും ലീക്ക് ചെയ്തിട്ടുള്ള സാധനമാണിത്. ലൂക്ക് പറയുകയാണ്, ഞങ്ങൾ പറയും ഇന്ന ആൾക്കാരനെ നമ്മുടെ ആൻഡ്രൂ ടേറ്റിനെതിരെയോ നമ്മുടെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിക്കെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരിനെ ഒന്നും നോക്കണ്ട, അവരിനെ അങ്ങോട്ട് തൂക്കിക്കോ. ആരോ ഒരാൾ നുണ പറയാണ്, അത് അവരാണോ നമ്മളാണോ നോക്കണ്ട, എടുത്ത് തൂക്കാനാണ് അണ്ണൻ പറയും, ലൂക്കണ്ണൻ. അപ്പോൾ ഇതൊക്കെ ആരാണാവോ? സോഴ്സ് ഡിസ്ട്രോയ് ചെയ്യുക, ആരാണോ ഇവർക്കെതിരെ പറഞ്ഞത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക തന്നെയാണ് ഇവരുടെ പരിപാടി. അതിന് ഇവർക്ക് ഇഷ്ടംപോലെ ഈ വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാളെ ഒന്ന് താഴ്ത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനെ നൈസാക്കി അവനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ എഡിറ്റേഴ്സും ഉണ്ട്, ഈ കമൻസൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബോട്ടൊന്നും വേണ്ട, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇയാളുടെ ആദ്യത്തെ ഒരു സംഭവം ഇതാണ്, കുറച്ച് ഡാർക്കായിട്ടുള്ള സാധനം. ഇയാൾ ദ സൺ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പർ അവർ ഇൻവെസ്റ്റിഗേറ്റീവ് സാധനം പുറത്തു വിട്ടതാണ്. ഒരു ബെൽറ്റ് കൊണ്ട് ഒരു പെൺകുട്ടിനെ അടിക്കുന്നൊരു വീഡിയോ. ഇയാളുടെ വയസ്സ് 25. ഈ പെൺകുട്ടിയുടെ പേര് വിവിയൻ എന്നാണ്. വിവിയൻ്റെ വയസ്സ് 15. ഇയാളോട് ചോദിച്ചാൽ പറയും റൊമേനിയയിലൊക്കെ 16 ലീഗൽ പ്രായം, 1 വയസ്സല്ലേ കുറവുള്ളൂ എന്നൊക്കെ പുള്ളി പറയും. ഈ വീഡിയോ ലീക്കായത് കൊണ്ടാണ് 2016 ബിഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ പോലത്തെ UK പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിൽ ഇയാളെ പുറത്താക്കിയത്. പരിപാടി തുടങ്ങി 6 ദിവസം കഴിയുമ്പോഴേക്കും അണ്ണനെ പുറത്താക്കി, ആൻഡ്രൂ ടേറ്റിനെ. അത് ഈ കാരണം കൊണ്ടാണ്. ഇതെങ്ങനെ ഈ പെൺകുട്ടിക്ക് 15 വയസ്സാണെന്ന് ആൾക്കാർ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ഇതാണ് പറയുന്നത്. ഇയാളിനെ പറയുന്നുണ്ട് ഈ വിവിയൻ ഇപ്പോൾ 21 വയസ്സ്, 6 കൊല്ലം മുന്നേ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്.
ഈ വിവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ള മറ്റേ അങ്ങനത്തെ പെൺകുട്ടിയല്ല. ഇതൊക്കെ ഈ ഡം ഗേൾസ് എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ ഈ ഓൺലി ഫാൻസും ഈ മറ്റേ ഈ ഇങ്ങനത്തെ വെബ്സൈറ്റൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യുക? അപ്പം ഇങ്ങനെയുള്ളവരെ തേടി പിടിച്ച് അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ അണ്ണൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് അണ്ണൻ അപ്പളേ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ ഊരിപ്പിച്ച് ഇവരിനെ പണിയെടുപ്പിക്കുക, ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിന്ന് പൈസ ഇയാളെടുക്കുക. അടിപൊളി. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് അണ്ണൻ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഇത് BDSM ആണ്, ഞങ്ങൾ റോൾ പ്ലേ ചെയ്തതാണ്, വിത്ത് കൺസെൻ്റ് ആണ്. പക്ഷേ BBC അല്ല, മറ്റേ ബിഗ് ബ്രദറുകാർ പുറത്താക്കിയിട്ടുണ്ട് ഇത് കാരണം. എല്ലാത്തിനും കാരണമുണ്ട്. അത് BDSM ആണ്, കൺസെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഈ വിവിയൻ്റെ അടുത്ത് ചോദിച്ചാൽ വിവിയൻ പറയും അതൊന്നും പ്രശ്നമില്ല, അണ്ണനൊക്കെ നമ്മുടെ മെയിൻ ആളാണ് അങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു റീസൺ രക്ഷപ്പെടാൻ വേണ്ടി പറയും. അന്ന് BDSM ആണ്, റോൾ പ്ലേ ആണ് പറയും. ഇനി കുറേ കഴിഞ്ഞിട്ട് അണ്ണൻ ഭയങ്കര ഫേമസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് അണ്ണൻ എന്താണ് വിവിയനെ കുറിച്ച് പറയുന്നത് കേട്ടോ. Hitting a bitch with a belt came out on the newspaper, right? And when it came out in the newspaper, everyone's like, takes a woman beater, he beats woman, look at this man hitting bitch with a belt, blah, blah, blah. And the video is still shared by people. So, yeah, exactly. So you were on a reality TV show and a video of you hitting a woman with a belt. Yeah, so video of me hitting a woman with a belt blows up. It's all this is like 10 years ago, before the internet was big. So it's like English tabloids, blah, blah, blah. Amber's woman beater, Amber's woman beater. The woman, obviously, now once again, this is an IQ test, right? Because any guy who's bad with women would look at it and go, takes a woman beater. Any man who's actually a G, who's been around a little bit, would look at the video and go, man, she wants that shit. That's just her. Like, she's with the big boss. She likes it. A little bit of spanking. Yeah, it's normal, right? But she wants it. ഏത് വിവിയൻ വുമൻ എന്നാണ് ഇയാൾ പറയുന്നത്. അത് വുമൺ അല്ല, ചൈൽഡാണ്. 15 വയസ്സുള്ള അന്ന്. 15 വയസ്സുള്ളപ്പോൾ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നത് ഷീ വാണ്ട്സ് ദാറ്റ് എന്ന്. അവൾക്കത് വേണം, അവളത് അർഹിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. നോർമൽ ഒരാളല്ലാതെ ശരിക്കൊരു G ആയിട്ടുള്ള ആൾ, ടോപ്പ് ജീൻ്റെ ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇയാൾ ആ പെൺകുട്ടീനെ അടിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അവൾക്ക് അത് കുറച്ച് കിട്ടേണ്ടതാണ് എന്നാണ് അണ്ണ ഈ വീഡിയോയിൽ പറയുന്നത്. ഇയാളുടെ വീഡിയോ ചെയ്യാൻ കുറച്ചൊന്നും തൊലിക്കെട്ടി പോരാ. ഇയാളുടെ തൊലിക്കെട്ടി തൊഴുതണം എൻ്റെ ആശാനെ, എമാതിരി തൊലിക്കെട്ടി. എന്ത് ചെയ്താലും വാക്ക് വർത്തമാനം കൊണ്ട് പിടിച്ചു നിൽക്കണ്ടല്ലോ, സമ്മതിക്കണം. ഇപ്പം എങ്ങനെ ഇയാൾക്ക് ഇത്ര സപ്പോർട്ട്, എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്? എൻ്റെ മനസ്സിലും ആദ്യം ഉണ്ടായിരുന്ന ചോദ്യമാണ്. പിന്നെയാണ് ഞാൻ ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയും മറ്റേ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യമൊക്കെ, റിയൽ വേൾഡ്, പണ്ടൊരു ഡിസ്കോഡ് സെർവർ മാത്രമായിരുന്നു ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി. ഇപ്പം അത് മാറ്റി റിയൽ വേൾഡ് എന്നൊക്കെ പേരാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇത് ഇയാൾക്കെതിരായിട്ടുള്ള ഇൻഡക്ട്മെൻ്റ് ഉണ്ട്, അതായത് കേസിൻ്റെ ഡീറ്റെയിൽസാണ്. അതിൽ 116-ാമത്തെ പേജിൽ ഇയാൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറേ പൈസ ഉണ്ടാക്കി. ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാം. ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. നോക്കിയോ, ഇയാൾ പറയാണ്, ഞാൻ കുറേ പെൺപിള്ളേരെ വെച്ചിട്ട് വെബ് ബിസിനസ് വെബ്സൈറ്റ് നടത്തിക്കൊണ്ടിരുന്നു, പോൺ വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വലിയ പൈസക്കാരനായത്. ഞാൻ കുറേ പൈസ ലോണ്ടർ ചെയ്തുകൊണ്ടേയിരുന്നു. മണി ലോണ്ടറിങ് ആയി, സെക്സ് ട്രാഫിക്കിംഗ് ആയി, പ്രോസ്റ്റിറ്റ്യൂഷനായി, 3 കേസ് അപ്പം തന്നെ ആയി. ഇനി കേട്ടോ, അപ്പോൾ ഈ ആൾക്കാർ എൻ്റെ പൈസയും എൻ്റെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളെങ്ങനെയാണ് പൈസ ഉണ്ടാക്കണം അണ്ണാ, ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പം ഇയാളെല്ലാം പറയുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെ മണ്ടന്മാരാണ്, ദേ കാൺ ഡു എനിത്തിങ്, അവർക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്താലും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്ന് അണ്ണന്മാരെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് അപ്പം എന്ത് ചെയ്ത്, അപ്പം ഞാനിത് എങ്ങനെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും? അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് PhD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് അണ്ണൻ സ്റ്റാർട്ട് ചെയ്തു.
പിമ്പിങ് ഹോസ് ഡിഗ്രി എന്നാണ് അതിൻ്റെ പേര്. എന്താണ് PhD? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നേ ഉള്ള ഒരു സംഭവമാണ്. അതായത് ഇയാൾ ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയില്ല, ഉഡായിപ്പ് പരിപാടി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ആദ്യം തുടങ്ങിയത്, ഈ ആൾക്കാർക്ക് ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ തുടങ്ങിയത് കോഴ്സാണ് പിമ്പിങ് ഹോസ് ഡിഗ്രി. ഒരു ഡിഗ്രി തന്നെ എണ്ണം കൊടുത്തു. പിന്നെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയാൾ മാറിയത്. ആദ്യം ഡിഗ്രി കൊടുക്കലായിരുന്നു. ആ ഡിഗ്രി കോഴ്സ് എന്താണ് കേട്ടോ. Is this your PhD program? PhD program, that's right. You want to talk a little bit about that? So yeah, on corporatetape.com I have my PhD program, and that is PhD is a pimp and hose degree that I'm clever. And Clever. That teaches basically how I got girls, how I met girls, how I got girls to like me, how I got girls to fall in love with me to work on webcam for me. Because that's what I did. That was my MO, was find girls, make them love me, and make them work for me. And that's how I got rich. So that teaches everything I know from start to finish about not only getting girls, not only obtaining them, but retaining them. Because that's a completely different game as well. Mm-hmm. So I teach everything I know in there. ഈ തെളിവ് ഞാൻ കുറ്റം ചെയ്തൊന്ന് തെളിവിന് നിങ്ങൾ അന്വേഷിച്ചൊന്നും നടക്കണ്ട. എൻ്റെ കുറച്ച് പോഡ്കാസ്റ്റും എൻ്റെ കുറച്ച് വീഡിയോസും ഇരുന്ന് കണ്ടാൽ മതി. ഇങ്ങനെ ഒരു മണ്ടൻ, അതായത് എന്തെങ്കിലുമൊക്കെ ഇയാൾ അതാണ് ബിഫോർ ഫേമസ്. ഇത് ബിഫോർ ഫേമസാണ്. ഇപ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും വിളിച്ച് പറയില്ല. കിട്ടിയ ഇയാളുടെ ഈ സീക്രറ്റ്സ്, ഇയാളുടെ ബിസിനസ് സീക്രറ്റ്സ് ഒന്നും പുറത്ത് പറയില്ല. ഇതിപ്പോൾ ഫുൾ A to Z നിങ്ങൾ എങ്ങനെ ഒരു പെൺകുട്ടിനെ കൊണ്ടുവരണം. ലവർ ബോയ് മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിന് പറയാം. ലവർ ബോയ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്നേഹിക്കണം, അല്ലെങ്കിൽ സ്നേഹമാണെന്ന് അഭിനയിക്കണം. ഇതൊക്കെ ഇയാളുടെ വെബ്സൈറ്റിലുള്ളതാണ് കേട്ടോ. ഇയാളുടെ PhD വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെയാണ്, ഇപ്പോൾ ഈ വെബ്സൈറ്റൊന്നും ഇല്ല. ഇപ്പോൾ ഇത് മാറി, അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു പെൺകുട്ടിനെ പ്രേമിക്കണ പോലെ അഭിനയിക്കണം. എന്നിട്ട് എങ്ങനെയുള്ള ആളാണെന്ന് നോക്കണം. വരണം, അവരുടെ കൂടെ 2-3 ഡേറ്റിനൊക്കെ പോകണം. പിന്നെ കുറച്ച് സെക്സ് ഇൻ്റർകോഴ്സൊക്കെ അവരിൽ ഏർപ്പെട്ട് അവൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. എന്ത് ക്വാളിറ്റിയാണോ ചെക്ക് ചെയ്യേണ്ടത്? ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ലേ എന്നായിരിക്കും, അങ്ങനെ ആയിരിക്കും ചെക്ക് ചെയ്യേണ്ടത്. ബുദ്ധിയില്ലാത്തവരെ എടുക്കുള്ളൂ. ഈ ഡംബായിട്ടുള്ള അങ്ങനത്തെ പെമ്പിള്ളേരെ എടുക്കുള്ളൂ. ഇത്തിരി വിവരം ഉണ്ടെങ്കിൽ ആരെയും ഇയാളുടെ കൂടെ പോകും. ഡംബാണോ എന്ന് നോക്കണം, ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇവരിന് റൂമിൽ പൂട്ടിയിടണം. എന്നിട്ട് ഇവർ പറയുന്ന പോലെ അനുസരിപ്പിക്കണം. ലവർ ബോയ് മെത്തേഡിലൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങോട്ടും പോവില്ല. വാതിൽ തുറന്നിട്ടാൽ പോലും ഇവരെങ്ങോട്ടും പോവില്ല. അവരിനെ ഹ്യൂമൻ ട്രാഫിക് ചെയ്ത് ഇവിടെ എത്തിച്ചതാണെന്ന് അവർക്കൊരു ബോധം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പിടിച്ചിട്ട് പോയി. അതിൻ്റെ ബുദ്ധിയല്ല, പണ്ടൊട്ടേ ഉള്ള സാധനമല്ല ലവർ ബോയ് മെത്തേഡ് എന്ന് പറയണം. നമ്മുടെ ഇവിടെ എന്തായാലും പറയുക, ലവ് ജിഹാദ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അണ്ണൻ്റെ വേറൊരു വേർഷനാണ്. നിങ്ങളെ പിടിച്ചിട്ട് പോകും, സ്നേഹം നടിച്ചിട്ടായിരിക്കും പിടിച്ചിട്ട് പോവുക. ഇയാൾ വലിയൊരു ഇൻ്റർനെറ്റിലൊരാളല്ലേ, അപ്പോൾ അയാൾ വന്ന് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരിക്കും അതിൽ പറയുക. അതിൻ്റെയൊക്കെ പ്രൂഫുണ്ട്. ഇയാളിങ്ങനെ കുറേ പെണ്ണുങ്ങളുടെ അടുത്ത് കല്യാണം കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പ്രൂഫുണ്ട്. എന്നിട്ട് നിങ്ങളെ പിടിച്ചിട്ട് പോകും. പിടിച്ചിട്ട് പോവില്ല, നിങ്ങളായിട്ട് വരും. ഞാൻ റൊമേനിയയിലാണ് ഉള്ളത്, നീ ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ ചിലവരേക്ക് പൈസയ്ക്ക് വേണ്ടി പറ്റിക്കുന്ന ആൾക്കാരാണോ ഇത്? അതല്ല, ഇത് ഒറിജിനൽ ആളാണല്ലോ. അപ്പോൾ ഇയാളെ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇത് വന്നിട്ട് ഡേറ്റ് ചെയ്യും. റൊമാനിയയിൽ ഇവർക്ക് ആരും അറിയുന്നുണ്ടാവില്ല, ഇയാളുടെ മാത്രം അറിയുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഇയാളുടെ ഒരു അസോസിയേറ്റ് ഉണ്ട്, ജോർജീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണ്. ഇവരുടെ അസോസിയേറ്റാണ്. അയാളും ആ സ്ത്രീയും ഇയാളൊക്കെ കൂടിയിട്ടാണ് ഈ വെബ് ക്യാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇവർ ചെയ്യുന്നത് ഇങ്ങനെ കുറേ പെമ്പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൽ പൂട്ടിയിടുക. ഇയാളിടയ്ക്ക് വരും, ഇയാൾ ഈ പെമ്പിള്ളേരെയൊക്കെ ഒന്ന് നൈസാക്കും, ഇടയ്ക്കൊരു പാർട്ടി. പുറത്തേക്ക് വിടില്ല, പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക. അവർ പറഞ്ഞ പോലെ വെബ് ക്യാമിൽ ഓരോന്ന് ചെയ്യുക. അതിൻ്റെ പൈസ അവർക്ക് കൊടുക്കുകയോ ഇല്ല, അത് ഞങ്ങളെടുക്കും. ഇതാണ് ബേസിക്കലി ഇവർ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കാലം. റൊമാനിയയിൽ UK നിന്ന് കേസ് വരുന്നത് കണ്ടപ്പോൾ
ഈ മറ്റേ ആ ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന വീഡിയോ ഒക്കെ ലീക്കായപ്പോൾ അവിടുന്ന് പേടിച്ചിട്ട് റൊമാനിയയിലേക്ക് പോയി. റൊമാനിയയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു പരിപാടി മൊത്തം, അണ്ണൻ്റെ പരിപാടി. പിന്നെയാണ് ഇയാൾ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതിനിപ്പോൾ പേര് മാറ്റി റിയൽ വേൾഡ് എന്നാക്കി. റിയൽ വേൾഡ് ഒരു ആപ്പൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നിങ്ങൾ ഇതാണ്, അതായത് $50 അഡ്മിഷൻ ഫീ. മെയിനായിട്ട് അണ്ണൻ പറയുന്നത് നിങ്ങൾ 9 to 5 ജോബ് ഉപേക്ഷിക്കൂ. നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരണമെങ്കിൽ ചെറിയൊരു $50 ഒരു അഡ്മിഷൻ ഫീ ഉണ്ട്. $50 നിങ്ങൾ കോളേജിൽ എത്ര പൈസ കൊണ്ട് കൊടുക്കണം? എനിക്കിതാ പൈസ. എന്നിട്ട് എന്ത് കോഴ്സാണ് സെല്ല് ചെയ്യുന്നത്? ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഇതൊക്കെ ഡീബങ്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് മുഴുവൻ എടുത്ത് പറയുന്നില്ല, ഫുള്ള് ഉഡായിപ്പാണ്. ഈ ChatGPT അടുത്ത് അടിക്കുക, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, അതാണ് ഒരു കോഴ്സ്. ഒരു 10,000 വീഡിയോ ഉണ്ടായി യൂട്യൂബിൽ. ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ പൈസ ഉണ്ടാക്കുക, 0 to 1 million, 0 to 100 million എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അതിന് തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആയിരിക്കും ഇവർ കോഴ്സാക്കി ഇവിടെ കൊടുക്കുക. ഏതോ ഒരാൾ മനസ്സിലായി, അതിനുള്ളിൽ ഒരാളിരുന്ന് ആ കോഴ്സിൻ്റെ അടുത്തേക്ക് പോയാൽ ഒരാളിരുന്നിട്ട് ഇങ്ങനെ പറയുകയായിരിക്കും. അയാൾ ആരാണ്? ഇയാൾ എക്സ്പേർട്ടാണോ? ഇയാൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ എക്സ്പേർട്ടാണോ? സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഫോറക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ഒരാളിരുന്നിട്ട് ഫോറക്സ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇതൊക്കെ ഉള്ളതാണോ? ഇവരാരാണ്? ട്രേഡറാണോ ഇവർ? ഒഫീഷ്യൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ റാൻഡമായിട്ടുള്ള ഏതൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. ഇതാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം? പൈസ ഉണ്ടാക്കണമല്ലോ, പൈസ ഉണ്ടാക്കാനാണല്ലോ നിങ്ങൾ ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയിലും റിയൽ വേൾഡിലൊക്കെ പോയി ചേരുന്നത്. എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിനെ വിൽക്കുക. നിങ്ങൾ $50 അതിലിട്ടു, നിങ്ങൾ വേറെ ആൾക്ക് വിൽക്കുക. ഒരു മാസത്തേക്ക് $50 വൺ ടൈം പേയ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, എല്ലാ മാസത്തെയും പേയ്മെൻറ്റാണ്. 25% നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ വേറൊരാളിനെ ചേർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25% കിട്ടും. $50. $50 അത് ഇല്ലാതെ തോന്നും. 3 മാസത്തെ ചേർത്തുമ്പോഴാണ് ഉള്ളത്. 3 മാസം $150 ചേർത്തി കഴിഞ്ഞാൽ $150 25 ഒരു $34 നിങ്ങൾക്ക് ഒരാൾ ചേർന്നാൽ കിട്ടും. നിങ്ങൾ എങ്ങനെ ചേർത്തും? അപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങൾ എങ്ങനെ ചേർത്തും? അണ്ണൻ്റെ വീഡിയോസ് ഇടുക. ബേസിക്കലി വീഡിയോ എഡിറ്റർ ആവുക, ക്ലിപ്പറായിട്ട് ക്ലിപ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. അത് എന്താണ് ട്രെൻഡിങ് എന്ന് അവർ പറയും. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് വേണം? നോർമൽ മെമ്പർഷിപ്പ് ഉണ്ടായാൽ പോരാ, കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിന് ഓരോ ഇങ്ങനെ ഒരു സംഭവം, അതായത് ആദ്യം നോർമൽ മെമ്പർഷിപ്പ്, പിന്നെ അതിൽ കുറേ ദിവസം നിങ്ങൾ ലോഗിൻ ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് കിട്ടും. അതൊക്കെ എന്തിനാണോ എന്തോ. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓരോ ലെവൽ കൂടി വരും. അപ്പോൾ അങ്ങനെയും കൂടെ പൈസ കൊടുത്ത് ഒറ്റയടിക്കും കൂടാ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ പോവുക, ആദ്യം ബേസിക് മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാവും. ഇതൊക്കെ ഈ കുട്ടികളാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ മിക്കവാറും അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ കാർഡൊന്നും അറിയാണ്ട് മറ്റേ നൈസാക്കിയിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതെടുക്കുക. അപ്പോൾ അത് പറ്റിക്കലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ മേലുള്ള കോഴ്സ്, കൗൺസിലിൻ്റെ മുകളിൽ വാർ റൂം, അണ്ണൻ്റെ കൂടെ വാർ റൂമിലിരുന്ന് അണ്ണനോട് സംസാരിക്കുന്ന കോഴ്സും. വാർ റൂമിന് $8,000 വാർ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2,000. ഇപ്പോൾ ഈ വാർ റൂമിൽ വാർ കൗൺസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും, ഇന്ന വീഡിയോ പോസ്റ്റ് ചെയ്യും. ഒരാൾ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു, KSI നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു, പോട് അവൻ്റെ ഒരു 10 വീഡിയോ പോട്, അവൻ ഓരോ മണത്തരം ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്. അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ്സ് ചെയ്യാനും വേറെ ആൾക്കാരെ ഞങ്ങൾ വിടുക. നിങ്ങൾ വീഡിയോ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ലിങ്ക് ഇട്. പൈസ ഉണ്ടാക്കണോ? ആൻഡ്രൂ ടേറ്റിനെ പോലെ ബുഗാട്ടി ഓടിച്ച് പോകണോ? ആൻഡ്രൂ ടേറ്റിനെ പോലെ ഫുള്ള് ചിക്സ് എപ്പോഴും നമ്മുടെ കൂടെ വേണോ? മോഡൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കണോ വലിയൊരു ബംഗ്ലാവിൽ? ഈ കോഴ്സ് ചെയ്തു.
എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും. അവനെന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്? അവന് പൈസ ഉണ്ടാക്കാൻ, അല്ലാണ്ട് അവൻ ആൻഡ്രൂ ടേറ്റ് പോലെ ആയിട്ടല്ല. മനസ്സിലായി? എന്താണ് കോഴ്സ്, എങ്ങനെ പൈസ ഉണ്ടാക്കാം, അത് ഈ കോഴ്സ് വിറ്റിട്ട്. അപ്പോൾ എന്തിനാണ് കോഴ്സ് ചേർന്നത്? അത് കോഴ്സ് വിൽക്കാൻ. അതായത് ഇതെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറേ ആൾക്കാർ ചേരും, പിന്നെ അവർ ഉണ്ടാക്കുന്ന പൈസ മേലേക്ക് പോവും, പിന്നെ അവരുണ്ടാക്കുന്ന പൈസ മേലേക്ക് പോവും, പിന്നെ അങ്ങനെ അങ്ങനെ ഇതൊരു ഇങ്ങനെ ഒരു ഷേപ്പിൽ വരും. ഏത് ഒരു പിരമിഡ് സ്കീം എന്ന് പറയും. ബേസിക്കലി അതാണ്, വേറൊന്നുമല്ല. ഇതാണ് പരിപാടി. ഒരു MLM സ്കീം അല്ലെങ്കിൽ പിരമിഡ് സ്കീം പോലത്തെ ഒരു സ്കീം ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് ഇവരെ കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യിപ്പിക്കുക. ഈ മീം കോയിൻസ് എന്നുണ്ട്, കുറേ കോയിൻസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഈ മീം കോയിൻസ് വന്നിട്ട് ഇയാളുടെ കുറേ ഉഡായിപ്പ് കോയിൻസ് ഉണ്ട്. ഈ ഉഡായിപ്പ് കോയിൻസ് മൊത്തം ഇത് പമ്പ് ആൻഡ് ഡംപ് എന്ന് പറയും. അതായത് ഇവർ തന്നെ കയറ്റും, ഇവർ തന്നെ ഇറക്കും. ഈ കയറ്റുമ്പോൾ കുറേ ആൾക്കാർ അതുകൊണ്ട് മേടിക്കും. ആ മേടിക്കുന്നവരൊക്കെ പെട്ടു. അണ്ണനെ അറിയാം ഇതെപ്പോൾ വിൽക്കും. കാരണം ഈ മീം കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തീരിയം ഇതൊക്കെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എത്തീരിയം ബിറ്റ് കോയിനൊക്കെ എത്ര മാർക്കറ്റിലുണ്ട് എന്നും ഇതൊക്കെ എത്ര എണ്ണം മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്, ഇതൊക്കെ എത്ര എണ്ണം മൈൻ ചെയ്യാനുണ്ട് എന്നുള്ള ഡാറ്റയൊക്കെ നമുക്കറിയാം. ഈ ബാക്കിയുള്ള ഇങ്ങനത്തെ മീം കോയിൻസൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കി വിടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫേക്കായിട്ടൊരു പമ്പ് ചെയ്ത് ഈ മീം കോയിനെ മേലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ഒരു 1 മില്യന് മേടിച്ചാൽ മീം കോയിൻ മേലേക്ക് പോകും. കാരണം ഞാൻ മേടിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ വില ഇങ്ങനെ കൂടും. അപ്പോൾ ഞാനൊരു ലെവലിലെത്തി, വേറെയും കുറേ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 മില്യൺ വരെ ഞാൻ കയറ്റി, ഒരു 20% ഞാൻ കയറ്റി. പിന്നെ ബാക്കി അപ്പോൾ ഇത് കണ്ടിട്ട് ഇയാളുടെ മറ്റേ വാർ റൂമിലും മറ്റേ റൂമിലൊക്കെ ഇരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ടല്ലോ, അവർ പറയും ഇയാൾ ഈ കോയിന് മേടിക്കേണ്ടതാ, മേടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇയാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് ഇയാൾ പറയും ഞാൻ ഈ കോയിൻ വിൽക്കാൻ പോവാണ്, നിങ്ങളിപ്പോൾ വിറ്റാൽ നിങ്ങൾക്ക് കുറേ പൈസ കിട്ടുമെന്ന് പറയും. അങ്ങനെ ഇയാളൊരു സമയത്ത് ഒറ്റ വിൽക്കലാണ്. ഒരു 40% എത്തുമ്പോഴേക്കും വിൽക്കുക. ഇയാൾ 20 പേരെ കയറ്റി, ബാക്കി 20% പ്രോഫിറ്റ് അയാളുടെ. ഈ കോയിന് തവിട് പൊടിയാവും. കാരണം ഇത്രയും കോയിൻസ് ഒരുമിച്ച് ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നാളെ ഇപ്പോൾ എല്ലാ ഗോൾഡും കൂടെ വന്ന് സെല്ല് ചെയ്താൽ എന്താ അവസ്ഥ? ഗോൾഡിൻ്റെ വില ഇടിയില്ല. ആ ഒരു ലോജിക്കേ ഉള്ളൂ. ഭയങ്കര കോംപ്ലക്സ് സംഭവമൊന്നുമല്ല. മീം കോയിന് ഈ പമ്പ് ചെയ്യുക ഡംപ് ചെയ്യുക ഇത് തന്നെ ഇവരുടെ പരിപാടി. പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് 4-5 പേർക്ക് ഇയാൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇയാൾ പറഞ്ഞു കൊടുക്കും. ഇയാളുടെ വാർ റൂം $8,000 പൈസ കൊടുത്ത് കയറിയവന്മാരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട പൈസ, ഒരു $1,000 ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിങ്ങനെയാണ് കൊടുക്കുക. പമ്പ് ആൻഡ് ഡംപ് മെത്തഡ് ഇതാണ് ഇയാൾ ചെയ്യുന്നത്. അതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇയാൾ വായി തോന്നിയ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞത് ഒരു ഫണ്ണായിട്ട്. ഒരു സ്ത്രീനെ മാത്രം കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ പെഡോഫൈലാണ്. പെഡോഫൈലാവാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ്. ഒരു സ്ത്രീനെ മാത്രം കല്യാണം കഴിച്ച് ഇരുന്നവർ. സ്ത്രീകൾ വണ്ടി ഓടിക്കാൻ പാടില്ല. വുമൻ ഷുഡൻറ്റ് ഡ്രൈവ്. I don't drink water. I only drink sparkling water because rich people only drink sparkling water. Breathe air, don't vape. വേപ്പിനൊക്കെ എതിരാണ്. ഏതെങ്കിലും പെൺകുട്ടികളെ വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചവരുടെ മൂക്കിടിച്ച് പൊട്ടിക്കുക, ഒന്നും നോക്കണ്ട. ആണ് പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് ഇതൊക്കെയാണ് പിള്ളേർ കാണും കേൾക്കും ചെയ്യുന്നത്. വെറുതെ ആണോ ഇങ്ങനത്തെ വയലൻസ് ഒക്കെ കൂടുന്നത്? ഇത് നമ്മുടെ അവിടെയൊന്നും അത്ര കോമൺ അല്ല. പുറത്തൊക്കെയാണ് ഇത് ഭയങ്കരം. ഇയാളുടെ ഭയങ്കര ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് മറ്റേ അഡോൾസൻസിലുള്ള പയ്യന്മാർ ചെയ്യുന്ന പോലെ. കാരണം അവരുടെയൊക്കെ മൈൻഡിൽ ഇങ്ങനെയാണ് ലോകം, ഇങ്ങനെയാണ് ഈ പെൺപിള്ളേരുടെ അടുത്തൊക്കെ പെരുമാറേണ്ടത്, ഈ സ്ത്രീകളുടെ അടുത്തൊക്കെ ഒരു ബഹുമാനം കൊടുക്കുക, അതൊന്നും വേണ്ട. ബഹുമാനം കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ, ഇത് ഈസിയാണ്. കാരണം ഇയാൾ പെരുമാറുന്നത്, ഇയാളുടെ കൂടെ ഉള്ളതൊക്കെ ഈ ഡംപായിട്ടുള്ള ഈ ഓൺലി ഫാൻസ് മോഡൽസിനാണ് ഇയാൾ ഡീൽ ചെയ്തിട്ടുള്ളൂ.
ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഐക്യമുള്ള ഒരു പെൺകുട്ടീൻ്റെ അടുത്തോ സ്ത്രീൻ്റെ അടുത്തോ ഇയാൾ കണ്ടിട്ടേ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരനെ. മനസ്സിലായ? അപ്പോൾ എന്താണ് സംഭവം? ഇയാൾ വിചാരം ഇയാൾ പറയുന്നത് കറക്റ്റാണ്. അതിൻ്റെ നിങ്ങൾ ഓൺലി ഫാൻസ് മോഡൽസിൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുക, അവരുടെ അടുത്ത് പെരുമാറുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ അവരിനെ എന്ത് ചെയ്താലും അവർക്ക് അതൊന്നും പ്രശ്നമില്ല. അവരിങ്ങനെ അയ്യോ ഞങ്ങളൊന്നും ചെയ്യൽ ആ ഒരു ലെവലിലായിരിക്കും അവരിയ്ക്കുക. ഐക്യമൊക്കെ ഡൗൺ ആയിട്ടുള്ളവരിൽ ഇങ്ങനെ ഈ പോൺ ആക്ട്രസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ അഭിനയിക്കുക. അല്ല ഭയങ്കര ബുദ്ധിയുള്ള നാസയിലെ റോക്കറ്റ് സയൻറ്റിസ്റ്റ് വന്നിട്ട് പോണിൽ അഭിനയിക്കില്ലല്ലോ. അത്രേ ഉള്ളൂ. പുള്ളി പറയുന്നത് അവരിനെ കണ്ടിട്ടാണ്, പുള്ളി ഡെയിലി കാണുന്നതും അവർ തന്നെയാണ്. അത്രേ ഉള്ളൂ ലോജിക്ക്. പക്ഷെ ഇയാളിത് പറയുമ്പോൾ ഇയാളിങ്ങനെ ജനറലൈസ് ചെയ്തിട്ടല്ലേ പറയുക. ഏതെങ്കിലും പെമ്പിള്ളേർ എന്തെങ്കിലും പറഞ്ഞാൽ ഇടിച്ച് അവരിനൊക്കെ ശരിയാക്കി വിടുക, എന്നാലും അവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പോൾ അയാൾ പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയും. ഇയാൾ പറയുന്നത് ആ ഓൺലി ഫാൻസ് മോഡൽസിനെയും ഈ വെബ് ക്യാമൊക്കെ ചെയ്യുന്ന പെമ്പിള്ളേർക്കാണെങ്കിൽ ഓക്കെ, അവർ ഇങ്ങോട്ടൊന്നും മിണ്ടില്ല, അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, അപ്പോൾ അവരവിടെ ഇരിക്കും. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്താൽ പിടിച്ച് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇനിയാണ് എൻ്റെ അടുത്ത തോന്നിവാസം. ഇയാൾ അച്ഛനെ കുറിച്ച് ഭയങ്കര ഇടയ്ക്കൊക്കെ പറയും, എൻ്റെ അച്ഛനാണ് എൻ്റെ മോട്ടിവേഷൻ. ഇയാളുടെ അച്ഛൻ CIA ആണെന്നൊക്കെ ഇടയ്ക്ക് ഒരു തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്, ഇയാളൊരു CIA പ്ലാന്റാണ്, കൺട്രോൾഡ് ഓപ്പോസിഷൻ, ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം വ്യൂസൊക്കെ സ്പ്രെഡ് ചെയ്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി CIA പ്ലാൻ ചെയ്ത ആളാണെന്നൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇയാളുടെ അച്ഛൻ ചെസ് മാസ്റ്ററോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇപ്പോൾ പുള്ളീന് ഭയങ്കര കാര്യമാണ്. പുള്ളി അച്ഛൻ അങ്ങനെയൊക്കെ അച്ഛനാണ് എൻ്റെ മോട്ടിവേഷൻ, അച്ഛൻ അത് പറഞ്ഞു, അച്ഛൻ ഇത് പറഞ്ഞു എന്നൊക്കെ പറയും. അച്ഛൻ മരിച്ചു ഇയാളുടെ ഇടാം. അപ്പോൾ അണ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുകയാണേ, അച്ഛൻ മരിച്ചു, ഈ ഫ്യൂണറലും മരിച്ച പരിപാടിക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള പെൺകുട്ടികൾ, റൊമാനിയയിലായിരുന്നു ഞാൻ ആ സമയത്ത്, എൻ്റെ കൂടെയുള്ള പെൺകുട്ടികൾ പുതിയ ആൾക്കാരായിരുന്നു, പുതിയ റിക്രൂട്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ നാട് വിട്ട് രക്ഷപ്പെടും. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഫ്യൂണറലിന് പങ്കെടുത്തില്ല. മാതൃകാ മകനുള്ള ഒരു അവാർഡ് അണ്ണന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇത് വെറുതെ കുറ്റം പറയാൻ വേണ്ടി പറയാറുന്നല്ലേ. കണ്ടോ വീഡിയോ കണ്ടോ? Do I fly to his funeral, and then what's going to happen is I'm going to blow all my money. I'm going to be away for weeks. These girls are new. They're going to vanish. They're in Romania on their own. They don't know anyone here. They're going to want to go home. Or do I suck it up and focus on my business? They're going to vanish. They're in Romania on their own. They don't know anyone here. They're going to want to go home. ലവർ ബോയ് മെത്തേഡ് എന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവം. റൊമാനിയയിൽ ഈ പെൺകുട്ടികൾ വന്ന് ഇറങ്ങുന്നത് ഇയാളെ വിശ്വസിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഈ പെൺപിള്ളേരൊക്കെ നാട് വിട്ട് ഓടിപ്പോവും എന്നാണ് പറയുന്നത്. ഐ ഫോക്കസ് ഓൺ മൈ ബിസിനസ്. എന്താ ബിസിനസ്? അത് വെബ് ക്യാം ബിസിനസ്. വെബ് ക്യാമിൽ വെബ് ക്യാം വെബ്സൈറ്റിൽ പെൺപിള്ളേരിനെ വെച്ചിട്ട് ഡ്രസ്സ് അഴിപ്പിക്കുക, ഓരോന്ന് ചെയ്യിപ്പിക്കുക, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക. അടിപൊളി ബിസിനസ്. അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഫ്യൂണറലിൽ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു മൈരനാണ് ഈ അച്ഛൻ്റെ പുണ്യപ്രവൃത്തികളെ കുറിച്ച് പറയുന്നത്. ഏണ്ട് അല്ല, ഇതെല്ലാം ഒരു എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ കുറിച്ച് ഓരോന്ന് പറയുന്നത്. അല്ലാണ്ട് അച്ഛനോടുള്ള സ്നേഹമോ അങ്ങനെ ഒന്നും അല്ല. എക്സാമ്പിളാണ് ഈ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അണ്ണൻ ചെയ്യുന്ന ഒരു സംഭവം സ്കെയർ ടാക്റ്റിക്കാണ്. എപ്പോഴും പേടിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രീം വ്യൂസിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും എന്താണ് എക്സ്ട്രീം വ്യൂസിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർന്നു. നിങ്ങളിനി ജോലി ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മേട്രിക്സ് വന്ന് പിടിച്ചിട്ട് പോകും. മേട്രിക്സ് ഈസ് കമ്മിങ് ഫോർ യു 9 to 5 പീപ്പിൾ. നിങ്ങൾ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരൂ, $50 കൊടുത്ത് എൻ്റെ കൂടെ ചേരൂ, ഞാൻ പഠിപ്പിച്ചു തരാം റിയൽ വേൾഡിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണം. ഭാര്യനെയും ഗേൾഫ്രണ്ടിനെയും പെങ്ങളിനെയും അമ്മനെയൊക്കെ ഓൺലി ഫാൻസ് ചെയ്യാൻ വിട്ടിട്ട് നല്ല മികച്ച ഒരു ബിസിനസ് പ്ലാൻ.
ഇഷ്ടംപോലെ സ്കാം ഉണ്ട്. ഇത് ക്രിപ്റ്റോ സ്കാം തന്നെ കുറേ ഉണ്ട്. ക്രിപ്റ്റോൻ്റെ സ്കാമും അപ്പുറത്തുണ്ടെങ്കിലും ഇയാളുടെ വേറൊരു വെറൈറ്റി സ്കാം, ഇയാളൊരു പ്ലാനറ്റ് ഉണ്ട്. ഈ മെറ്റാവേഴ്സൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ഇയാളുടെ ഒരു മെറ്റാവേഴ്സ് പോലത്തെ, അതായത് വെർച്വൽ വേൾഡ് പോലത്തെ പ്ലാനറ്റ് ടി, അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അതായത് പ്ലാനറ്റ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു വെർച്വൽ സ്പേസ്, അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് സ്ഥലം വിൽക്കുക. സ്ഥലമില്ല, മറ്റേ മെറ്റാവേഴ്സ് പോലെ തന്നെ. കുറേ മെറ്റാവേഴ്സ് പറ്റിക്കലുണ്ടായിരുന്നല്ലോ കുറേ കാലം മുന്നേ, സ്നൂപ്പ് ഡോഗ് വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ മെറ്റാവേഴ്സ് പോലെ പ്ലാനറ്റ് ടിയിൽ സ്ഥലം മേടിക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പൈസ കൊണ്ട് കൊടുത്തു. അതിനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടാട്ടുമില്ല. വീഡിയോ ഒക്കെ ഉണ്ട് പ്ലാനറ്റിൻ്റെ പ്രമോഷനൊക്കെ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരൊക്കെ പറ്റിച്ച് അവരുടെ അടുത്തൊക്കെ പൈസയും മേടിച്ചിട്ട് ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടണമില്ല. അതൊക്കെ പോയി. ഒരാൾക്ക് റീഫണ്ടും കൊടുത്തിട്ടില്ല. ക്രിപ്റ്റോ സ്കാമാണെന്ന് പറയും. ക്രിപ്റ്റോ സ്കാമാണെന്ന് ഇയാൾ കുറേ കാലം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇയാൾക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇയാളുടെ വിചാരം ഇതെന്തോ കുറേ പിള്ളേർ ഇരുന്നിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുന്നതെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. ഈ മീം കോയിൻ ഉണ്ടാക്കാമെന്നും ഈ ബിറ്റ് കോയിൻ എത്തീരിയൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയ കോയിനല്ലേ. ഇനിയിപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് അതുപോലൊരു കോയിൻ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടെക്നോളജി വേണമെന്നൊക്കെ ആയിരിക്കും ഇയാൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഉണ്ടാവുക. പിന്നെയാണ് ഈ മീം കോയിൻസ് എന്താ സംഭവം അയാൾക്ക് പിടികിട്ടിയിട്ട് അവസാനം ആദ്യം പറഞ്ഞു ഫുൾ സ്കാമാണ്, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പൊട്ടത്തെ. ഞാൻ ആദ്യം വീഡിയോ കാണിച്ചു തന്നില്ലേ, അതൊക്കെ മോഡേൺ ഡീജനറേറ്റ് ലൂസേഴ്സാണ് ഇതിൻ്റെ പിന്നാലെ നടക്കണമെന്നാണ് പറഞ്ഞ്. അവസാനം അണ്ണൻ തന്നെ മീം കോയിൻ, RNT കോയിൻ, ഫസ്റ്റ് RNT കോയിനാണ്. ഇപ്പോൾ ഇയാൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇയാളുടെ മറ്റേ റിയൽ വേൾഡ് ആപ്പിലും മറ്റേ കോപ്പിലൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്ത സാധനമാണ്. ഇപ്പോൾ 92% ഡൗൺ ആണ്. ടോപ്പ് ജി കോയിൻ 99% ഡൗൺ. റൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോയിനുണ്ട്, പുള്ളി നല്ലോണം പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രീമൊക്കെ ഉണ്ട് റംബിൾ ഈ റൂസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എന്താ റൂസ്റ്റ് മേടിക്കാൻ പോകണു, 1 മില്യൺ മേടിക്കും, 10 മില്യൺ മേടിക്കും, നിങ്ങൾ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂസ്റ്റിനെ പൊക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. റൂസ്റ്റും ഇല്ല കൂസ്റ്റും ഇല്ല. അവസാനം 98% ഡൗൺ. അതായത് നിങ്ങൾ 10,000 രൂപയ്ക്ക് ഈ കോയിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു എത്ര രൂപ കിട്ടും? 98% ഡൗൺ. 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 രൂപ ഇപ്പം ആയി. 100 രൂപേൻ്റെ സാധനം 2 രൂപയായി. അപ്പോൾ 100 × 2 അതിൻ്റെ 10 20 രൂപ. 10,000 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അണ്ണൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. ഇതൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കുട്ടികളും ഇയാളുടെ സ്ട്രീം ഇതൊക്കെ പറ്റി കിളവന്മാരല്ലല്ലോ ഇരുന്ന് കാണുന്നത്, ഇതൊക്കെ പിള്ളേരാണ് കാണുന്നത്. അവർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൈസയും മേടിച്ച് ഈ റൂസ്റ്റിലും ഭണ്ഡാരത്തിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് മൊത്തം ഇല്ലാതാക്കി. അയാൾക്ക് കുറേ പൈസ കിട്ടി. ഇത് ആ ഹൈയിൽ അയാൾ സെല്ല് ചെയ്യും. ഇയാൾക്ക് ഇതെങ്ങനെ പൈസ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്നാമത് ഇവർ പ്രൊമോഷന് കുറേ പൈസ കൊടുക്കും ഈ റൂസ്റ്റിൻ്റെ ആൾക്കാർ. ഇയാളിരുന്ന് കോയിൻ ഉണ്ടാക്കുമെന്നല്ല, ഇയാൾക്ക് കോയിൻ ഉണ്ടാക്കാനുള്ള വിവരമുണ്ടോ ഇയാൾക്ക്? ഇല്ല. ഈ കോയിൻ ഉണ്ടാക്കിയവർ ഇയാൾക്ക് കുറേ നിങ്ങളൊരു 10 മില്യൺ പിടിച്ചോ, നിങ്ങൾ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളൊരു സ്ട്രീമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അണ്ണൻ്റെ കയ്യിൽ ഫുൾ പ്രൊമോഷൻ, റൂസ്റ്റിൻ്റെ പ്രൊമോഷൻ ചെയ്ത അവസാനം എന്തായി? ഹൈയിലെത്തുമ്പോൾ ഇതിൻ്റെ ഓർഗനൈസേഴ്സും മറ്റേ അഡ്മിൻസും മറ്റുള്ളവർക്ക് വിറ്റിട്ട് പോവും. അപ്പം തന്നെ ഇയാളും വെക്കും, ബാക്കി ആ വാങ്ങിച്ചവർ കുടുങ്ങും. അവർ ഇങ്ങനെ ഡൗണായി ഇപ്പോൾ 98% ഡൗൺ. റൂസ്റ്റിൻ്റെ ഈ വാലറ്റ് എന്ന് പറയും. എല്ലാ ഇങ്ങനെ കമ്മ്യൂണിറ്റി, ഈ കോയിൻസൊക്കെ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് ഇവർ പറയുക. ആ കമ്മ്യൂണിറ്റി എന്ന് ഒരു വാലറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി വാലറ്റ്. ആദ്യം മേടിച്ച ആൾക്കാരുടെയൊക്കെ അതായത് അടിസ്ഥാന എന്താ പറയുക അണ്ടർലൈങ് അസറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സാധനമാണ് ഈ വാലറ്റ്. ആ വാലറ്റ് ഹാക്ഡായി റൂസ്റ്റിൻ്റെ. അഡ്മിൻ ആരാണ്? ഈ റൂസ്റ്റിൻ്റെ അനോണിമസ് ആണ്. ആരാന്ന് ആർക്കും അറിയില്ല. അടിപൊളി. പിന്നെയാണ് ഇയാളുടെ മെയിൻ സാധനം ഡാഡി കോയിൻ. അതിപ്പോഴും ഉണ്ട്. അത് ഇപ്പോൾ ഒരു 80% ഡൗൺ ആയിട്ടുള്ളൂ. ഇപ്പോഴും അയാൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ ഇത് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ബബിൾ മാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ആൾക്കാരാണ്. കാരണം ഈ ക്രിപ്റ്റോ മീം കോയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റ്സ് മനസ്സിലാവും. ഒരു വാലറ്റിൽ നിന്ന് വേറെ വാലറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് എങ്ങനെ പോയി, ഇത് ആരുടെ വാലറ്റിലേക്ക് പോയി, ഇത് എപ്പോൾ പോയി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അറിയുന്നവർ അതിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ ഇങ്ങനത്തെ ഹാക്കും മറ്റേതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബബിൾ മാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസ് കണ്ടുപിടിച്ചു.
ഇയാൾ ഈ ലോഞ്ചിന് മുന്നേ 30% ഇയാൾ ഇൻസൈഡേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. ഇൻസൈഡേഴ്സ് ബൈ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെ മേടിച്ചു. ഇയാൾക്കറിയാം ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഡാഡി കോയിൻ കൂടും. എന്നിട്ട് ഇയാളും ഇയാളുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടെ ഈ മറ്റേ വാർ റൂമിലെ ആൾക്കാരായിരിക്കും 8,000 കൊടുത്ത അവരൊക്കെ കൂടി 30% ഡാഡി കോയിൻ മേടിച്ചു. ഡാഡി കോയിന് ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു. അത് കൂടിയപ്പോൾ ഇയാൾ വിറ്റു, ഡൗൺ ആയി. ഇയാൾ പിന്നെയും കുറച്ച് അതിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ അത് മറ്റേ നിലം തൊടാണ്ട് ഡൗൺ ആവാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് 80% അങ്ങനെയാണ് ടോപ്പിൽ നിന്ന് ഡൗൺ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, അതൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ദയവ് ചെയ്തൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഓരോ ക്രിപ്റ്റോ സ്കാമൊക്കെ ചെയ്തപ്പോഴാണ് കോഫീസില്ല എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഈ കോഫീസില്ലിനെ അറിയില്ലെങ്കിൽ പുള്ളി ഭയങ്കര എവിടെയെങ്കിലും സ്കാം നടക്കുന്നുണ്ടെങ്കിൽ എണ്ണം വരും ആ സീന്. നമ്മുടെ ഇവിടെ എസ് അബ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആളില്ലേ, അതുപോലെ അവിടെ ആണെങ്കിൽ കോഫീസില്ലാണ്. കോഫീസില്ല എന്ന് പറഞ്ഞാൽ അണ്ണൻ ശരിയായ ഇൻവെസ്റ്റിഗേഷനാണ്. മറ്റേ ആ സീനാണ്. പുള്ളി ആരെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അവനെ ഇനി ഇല്ലാതാക്കിയിട്ടേ പുള്ളി അടങ്ങുള്ളൂ. കോഫീസിൽ ഒരു 20 മിനിറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്കാമുകളൊക്കെ, മീം കോയിൻ്റെ സ്കാമുകളൊക്കെ ഇയാൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കോമഡി, എല്ലാ കോമഡിയാണ് പുള്ളിയുടെ. ഇയാളൊരു മെയിൽ അയച്ചു കോഫീസിൽ. മിസ്റ്റർ ആൻഡ്രൂ ടേറ്റ്, എൻ്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി എനിക്ക് വേണം, അല്ലെങ്കിൽ മറുപടി അയക്കൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് നിങ്ങൾ ചെയ്ത കുറച്ച് സ്കാമുകൾ, മീം കോയിനിലും ഡാഡി കോയിനും മറ്റേ റൂസ്റ്റിലൊക്കെ കുറച്ച് സ്കാം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നിങ്ങളുടെ റിപ്ലൈ ഇതിനെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, കോഫീസില്ല ഈസ് ഗേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അയച്ച ഇമെയിലില്ലേ അത് ലീക്ക് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. മനസ്സിലായോ? അതായത് ഇയാളെ കുറച്ച് മറ്റേ ഫോളോവേഴ്സ് ഇല്ലേ, മറ്റേ 15 വയസ്സുള്ള പിള്ളേർ, അവരിനെ കൊണ്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ഈ മെയിൽ ഐ ഡി, ലീക്കായിട്ടുള്ള കോഫീസിലിൻ്റെ മെയിൽ ഐ ഡി ഇല്ലേ, ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കി, എന്നിട്ട് അവനെ തെറി വിളിക്കി, അവൻ ഗേ ആണെന്ന് വിളിക്കി. ഓരോ മെയിലിനും ഇയാൾ എത്രയോ മില്യൺ വെച്ചിട്ട് ഡാഡി കോയിൻ മേടിക്കാമെന്ന്. എന്നിട്ട് കോമഡി സീൻ എന്താ പറയുക, കോഫീസിലിൻ്റെ അടുത്ത് തെറി വിളിക്കാൻ ആൾക്കാർ മെയിൽ അയക്കുന്നത്. അതിൻ്റെ ആ മെയിലിൽ കോണ്ടൻറ്റ് എന്താ അറിയുമോ? മെയിലിൽ ആൾക്കാർ എന്താ അറിയുമോ പറയുന്നത്, കോഫീസില്ലണ്ണ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഞാൻ കുറച്ച് ഡാഡി കോയിൻ അറിയാണ്ട് മേടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ആൻഡ്രൂ ടേറ്റ് കോയിൻ ഇനിയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കോയിൻ മേടിച്ച് പെട്ടുപോയി, എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ തെറി വിളിക്കുന്നത്. മൊത്തത്തിൽ കാരണം അതായത് ഒരു അക്യൂസേഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഒളിപ്പിക്കാനില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഇന്ന പോലെയാണ്, ഇത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് ഈ ക്രിപ്റ്റോ ഒന്നും എനിക്ക് അറിയില്ല, മീം കോയിൻ എന്താണെന്ന് എനിക്ക് അറിയില്ല, അപ്പോൾ എന്നെ ആരോ പറ്റിച്ചാണ്. അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഇപ്പോൾ ലോഗൻ പോൾ വന്നിട്ട് അങ്ങനെയാണ് പറയുക. ലോഗൻ പോളിനെയും ഇതുപോലെ കോഫീസില്ല പിടിച്ചതാണ്. ലോഗൻ പോൾ പറഞ്ഞു എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ എന്താണെന്ന് ലോഗൻ പോളിന് അറിയോ? ഈ കോയിനൊക്കെ ഉണ്ടാക്കാനും ഈ NFT ഉണ്ടാക്കാനും ഈ ലോഗൻ പോളിന് അറിയോ? ഇല്ല. ഒരു ടീംസ് വന്ന് ഉണ്ടാക്കുകയാണ്, അവർ പറ്റിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിയായിട്ടൊന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ടിപ്പോൾ ലോഗൻ പോൾ ഇല്ലേ, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നില്ല. പക്ഷെ അണ്ണൻ അങ്ങനെയല്ല, കോഫീസില്ലെന്നെ ഗേ ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ, തെറി വിളിക്കാൻ, ഇമെയിൽ ഐ ഡി ലീക്ക് ആക്കിയിരിക്കുക. ഏജാതി മനുഷ്യൻ. ഒരു റാൻഡ് ഉണ്ട്, കുറച്ചൊരു 1 മിനിറ്റ്, ചെറിയൊരു റാൻഡാണ്, വലിയ റാൻഡാണ്. ഞാൻ ഒരു ചെറിയ പാർട്ടിയാണ് കാണിച്ചു തരാം. This is my statement to you, CoffeeZilla. You're a nobody's scared of your investigation. I don't give a about your video. I don't respect your journalism. And കോഫീസില്ല ജേർണലിസ്റ്റ് ഒന്നും ശരിയല്ല, കോഫീസില്ല ഒരു മണ്ടനാണ്, നിനക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തെറി. ഫ്രീ സ്പീച്ചിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. അതാണ് ഈ ഗ്രിഫ്റ്റർ മെൻറ്റാലിറ്റി എന്ന് പറയും. ഗ്രിഫ്റ്റർ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ഇപ്പോൾ മറ്റേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ്റെ സമയം അങ്ങനത്തെ കുറേ സമയമൊക്കെ ആകുമ്പോൾ ഈ ഫ്രീ സ്പീച്ച്, ക്യാൻസൽ കൾച്ചറിനെതിരെ, വോക്കിനെതിരെ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ പറഞ്ഞ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ആൾക്കാരൊക്കെ ഈ റൈറ്റ് വിങ്ങേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യും, ഡൊണാൾഡ് ട്രംപിൻ്റെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ ഫ്രീ സ്പീച്ചിനെതിരാണ്, ഒരാളും ഒരു കാര്യം പറഞ്ഞതിന് വേണ്ടിയിട്ട് ജയിലിൽ പോവേ അല്ലെങ്കിൽ അയാളെ എല്ലാവരും കൂടി ക്യാൻസൽ ചെയ്യരുത് എന്ന് ഒരു സ്ഥലത്ത് പറയും. വേറെ സ്ഥലത്ത് ഇയാൾക്കെതിരെ നിങ്ങൾ ചെയ്ത സ്കാമുകൾ ഇതൊക്കെയാണ്, അതിനൊരു റിപ്ലൈ തരൂ എന്ന് പറഞ്ഞാൽ അവനെ പോയിട്ട് ക്യാൻസൽ ചെയ്യാൻ ഇവൻ്റെ ആൾക്കാരോട് വിളിച്ച് പറയും. തോന്നിവാസം, ഹിപ്പോക്രസി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. എന്താ ചെയ്യുക? എപ്സ്റ്റീന് എപ്സ്റ്റീനെ ഇപ്പല്ലേ ഇപ്പം ഇയാൾ എപ്സ്റ്റീൻ ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കും. പണ്ട് എപ്സ്റ്റീന് അടിപൊളിയാണ്. ജെഫ്രി എപ്സ്റ്റീൻ അണ്ടർ ഏജ് കുട്ടികളിലൊക്കെ ഐലൻഡിൽ കൊണ്ടുപോയിട്ട് മറ്റേ സെലിബ്രിറ്റീസിനും വലിയ ആൾക്കാരൊക്കെ കൊണ്ട് സെക്സ് പാർട്ടീസൊക്കെ നടത്തിയ ജെഫ്രി എപ്സ്റ്റീനെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട്, അതായത് ഒരു എക്സ് ഗേൾ ഫ്രണ്ട് എങ്ങനെയായിരിക്കും ഒരാളുടെ അടുത്ത് പെരുമാറുക അതുപോലെയാണ് ഇപ്പോൾ ആൾക്കാർ എപ്സ്റ്റീനെ കാണുന്നത്. ഇത് എപ്സ്റ്റീൻ്റെ എതിരെയുള്ള കേസൊന്നും നല്ല കേസല്ല, മീൻസ് നിൽക്കുന്ന കേസല്ല, അയാളൊക്കെ നിരപരാധിയായിരിക്കും. അതായത് ഇയാളും എപ്സ്റ്റീനൊക്കെ ഒരേ റേഞ്ച്, ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്ത് ആണെന്നാണ് പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. പുള്ളി ഈ എക്സിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇയാളെ ബാൻ ചെയ്തത്. ട്വിറ്റർ ആയിരുന്ന സമയത്ത് ഇയാളെ ബാൻ ചെയ്തതാണ്. പിന്നെ എക്സ് ആക്കിയപ്പോഴാണ് ഇലോൺ മസ്ക് ഇയാളെ കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ ഓരോ വേണ്ടാത്തതാണ് പറയണേ, തോന്നിയ വേണ്ടാത്തോടെ. ഇനി ഇയാളുടെ ലീഗൽ കേസുകൾ ഇപ്പോൾ ഏതൊക്കെ രാജ്യത്ത് എപ്പൊക്കെ കേസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പം അതൊക്കെ ഇപ്പം ഇയാൾ ഇടയ്ക്ക് വന്നിട്ട് പറയും ഞാൻ എല്ലാ കേസിൽ നിന്നും രക്ഷപ്പെട്ടേ, ഹായ് എൻ്റെ ഫാൻസ് സന്തോഷിക്കൂ, നമ്മളെല്ലാ കേസും ജയിച്ചു, നമുക്ക് ഇതിന് കേസും ഇല്ല എന്ന് പറയും. അത് പച്ച നുണയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണിത്. ഇത് കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഞാനിത് സംഭവം പോയിന്റ് മാത്രം പറഞ്ഞുതരാം. എല്ലാം തുടങ്ങുന്നത് ഇയാളുടെ 1 ഡിസംബർ 2022 റൊമേനിയൻ്റെ ഡൈക്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഏജൻസി ഉണ്ട്, അവിടുത്തെ പോലീസിൻ്റെ. അവർ അറസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, റേപ്പ്, ഓർഗനൈസ്ഡ് ക്രൈം, അങ്ങനെ പല കേസുകളാണ് അയാൾക്ക് അന്ന് റൊമേനിയയിൽ ഇട്ടത്. അതിന് പരാതിക്കാരി ഒരു അമേരിക്കക്കാരി സ്ത്രീയായിരുന്നു. ജൂൺ 2023 ഒരു കൊല്ലം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോർമൽ ചാർജ് ഫയൽ ചെയ്തു. ഈ റൊമേനിയൻ കോടതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. അതൊന്നും ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല. പിന്നെ ഒന്നാമത് ഇതിലെ സാക്ഷികളും ഇതിലെ ഇതിൻ്റെ ആൾക്കാർ വിറ്റ്നസ്സുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഈ ഓൺലി ഫാൻസ് മോഡൽസും ഇവരിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. പിന്നെ കുറച്ച് പൈസ കൊടുക്കാണ്ടായ ഇവർ ഇങ്ങോട്ട് പറയും. അപ്പോൾ ഇവരുടെ കേസൊക്കെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ കുറച്ച് രക്ഷപ്പെട്ട് പോകുന്നത്. അത് അവർക്കും അറിയാം. മാർച്ച് പിന്നെ പിന്നെ കുറേ കൊല്ലം ഇവർ കുറച്ച് നേരം ജയിലിൽ പോകും, പിന്നെ പുറത്തു വരും അങ്ങനെയൊക്കെ ആയിരുന്നു. 2024 UK കോടതി ഇവർക്കൊരു അറസ്റ്റ് വാറണ്ട് വിടുകയാണ്. അതിനെന്തിനാ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ അഗ്രഷന് വേണ്ടിയിട്ട് UK കോടതി അറസ്റ്റ് വാറണ്ട് വിട്ടു. മെയ് 2024 സിവിൽ ലോ സൂട്ട് ഫയൽ ചെയ്തു. 4 സ്ത്രീകളും കൂടി ചേർന്നിട്ട് അവരുടെ 4 പേരിനെയും ഇവർ ഹ്യൂമൻ ട്രാഫിക് ചെയ്ത് ഇങ്ങനെ റൊമേനിയയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസിനാണ്. 4 പേര് പേരിൽ 2 പേര് ഇയാളുടെ എംപ്ലോയീസും 2 പേര് വെബ് ക്യാം ഗേൾസും ആയിരുന്നു. 2 പേരും. ഈ ട്രയൽ നടക്കേണ്ടത് ഇപ്പോൾ ഈ സിവിൽ ലോ സൂട്ട് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ 2024, ഇത് നടക്കാൻ ഒരു സമയം എങ്ങനെ വെച്ചാൽ 2027 ഇത് നടക്കുള്ളൂ. കാരണം അത്രയും സ്ലോ ആണ്. കേസൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. പിന്നെ ഓഗസ്റ്റ് 2024 ഇയാളെ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പാൻഡ് ചെയ്തു. റൊമേനിയയിൽ വെച്ചിട്ട് ട്രാഫിക്കിംഗ് മൈനർ മറ്റേ വിവിയൻ്റെ കേസൊക്കെ ഇല്ല, അതൊക്കെ ഇതിലാണ് വരുന്നത്. ട്രാഫിക്കിംഗ് മൈനേഴ്സ്, മണി ലോണ്ടറിങ്, 35 വിക്ടിമും കുറച്ച് മൈനേഴ്സും കൂടെ അതിൽ ആ കേസിലുണ്ട്. അതിൻ്റെ ഇൻഡൈറ്റ്മെൻ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കതൊക്കെ PDF കാണാനും പറ്റും. ഡിസംബർ 2024 UK ടാക്സ് ഇവേഷൻ്റെ ഒരു കേസുണ്ട്. അതായത് ഇയാൾ കുറേ കൊല്ലം ഈ ഓൺലൈൻ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ₹1 പോലും ടാക്സ് അടച്ചിട്ടില്ല എന്നാണ് UK ആൾക്കാർ പറയുന്നത്. 21 മില്യൺ യൂറോ ഇയാൾ സമ്പാദിച്ചിട്ടുണ്ട് ഇയാളുടെ ഹസ്ലസ് യൂണിവേഴ്സിറ്റിയും മറ്റേ യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട്.
$1 പോലും ടാക്സ് അടിച്ചിട്ടില്ല. അതിന് $3.4 മില്യൺ ഇയാളുടെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് UK കോടതി 2024. പിന്നെയാണ് ഇയാൾ കുറച്ച് ഈ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇയാളിനെ റൊമേനിയയിലായിരുന്നല്ലോ ഇയാൾ, ഹൗസ് അറസ്റ്റിലും മറ്റേതൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഇളവ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ബാൻ എടുത്ത് മാറ്റി ട്രാവൽ ചെയ്യാന്നുള്ള കോടതി കൊടുത്തു. ആ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ട്രാവൽ ബാൻ മാറ്റിയപ്പോഴാണ് ഇയാൾ നേരെ അമേരിക്കയിലേക്ക് വന്നത്. അങ്ങനെ അണ്ണനും തമ്മിയും അമേരിക്കയിൽ എത്തി ആ ഓൺ ദ സ്പോട്ടിൽ ഫ്ലോറിഡയിലുള്ള അറ്റോർണി ജനറൽ AG ക്രിമിനൽ എൻക്വയറിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരവിടെ കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതേപോലെ ബ്രിയാന സ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഓൺലി ഫാൻസ് മോഡൽ തന്നെയാണ്. അവർ ഒരു സിവിൽ കേസ്, മറ്റേ നേരത്തെ കുറേ സ്ത്രീകൾ സിവിൽ കേസ് കൊടുത്തില്ലേ, അതേപോലെ സിവിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞങ്ങളെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിരുത്തി ഇതുപോലെ ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കേസുകളുണ്ട് അണ്ണനെക്കുറിച്ച്. ഇതിൽ പല സ്ഥലത്ത് UK-ലുണ്ട്, US-ലുണ്ട്, റൊമാനിയയിലുണ്ട്. എവിടെയൊക്കെ ഇരുന്നോ അവിടെയൊക്കെ കേസുണ്ട്. ഇതങ്ങനെ ചുമ്മാ ആർക്കെങ്കിലും ഭ്രാന്തായിട്ട് കേസ് കൊടുക്കുകയല്ല, ഇതിനെല്ലാം വ്യക്തമായിട്ട് കാരണമുണ്ട്. പക്ഷേ അണ്ണൻ എന്ത് പറഞ്ഞാൽ രക്ഷപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കോമഡി. ഇപ്പോഴും പോഡ്കാസ്റ്റ് ഉണ്ട്, അണ്ണൻ്റെ സ്ട്രീം റംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലോ എന്തിലോ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്താ പറയണത്, ഇങ്ങനെ ചോദിക്കുമല്ലോ ആൾക്കാർ, നിങ്ങളെക്കുറിച്ച് കേസ് ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് കേസ്? അപ്പോൾ ഇവർ സ്ഥിരം വക്കീൽ പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും. ടിക്ടോക്ക് ഫേമസ് ആക്കാൻ നോക്കി. ഞാൻ ചെയ്ത ഒരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളിനൊക്കെ വിളിച്ച് ടിക്ടോക്കിൽ എങ്ങനെ വീഡിയോ ചെയ്യാം, എങ്ങനെ ഫേമസ് ആക്കാം, വീഡിയോ ചെയ്തിട്ട് ഫേമസ് ആവാം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഞങ്ങൾ ചെയ്ത ആദ്യത്തെ തെറ്റ്, ആദ്യത്തേത് അവസാനത്തേതായിട്ടുള്ള തെറ്റ്. അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പീറ്റഡ്ലി ഇവർ എല്ലാ ഇൻ്റർവ്യൂവിലും ഒരേ കാര്യമാണ്, ആരോ പഠിപ്പിച്ച് വിട്ട പോലെ ഒരേ കാര്യമാണ് പറയുന്നത്, ഏട്ടനും അനിയനും. ഇതാണ് വേറെ കോമഡി. ഇവരിൻ്റെ കാര്യം എടുത്താൽ ഇതാണ് എനിക്കറിയില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നത്. ഇൻഡൈറ്റ്മെൻ്റ് ഉണ്ട്, PDF ഞാൻ പറഞ്ഞില്ലേ, ഇൻഡൈറ്റ്മെൻ്റ് ഉണ്ട് റൊമാനിയൻ ഗവൺമെൻറ്റിൻ്റെ. അതിൽ ഇവരുടെ വോയിസ് റെക്കോർഡിങ്ങും ഇവർ വേറെ ആൾക്ക് അയച്ച മെസ്സേജും എല്ലാം അതിലുണ്ട്. ഇവരുടെ ഹൗസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട് 2022. അന്ന് ഇവരുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോയി. CCTV എടുത്തിട്ട് പോയി, മറ്റേ ഇങ്ങനത്തെ മൊബൈലും കാര്യങ്ങളൊക്കെ സീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഫുൾ ഇവരുടെ ഇമെയിലും ഇവരുടെ SMS-ഉം പിന്നെ വാട്സപ്പ് പോലത്തെ അവിടുത്തെ ആ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ ട്രിസ്റ്റൻ ഡേറ്റ് പറയുന്നുണ്ട്, പേജ് നമ്പർ 53 കേട്ടോ. ടിക്ടോക്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഗുണമില്ല. ടിക്ടോക്കിൽ ഫേമസ് ആക്കിയിട്ട് ആ ആൾക്കാരിനെ ഓൺലി ഫാൻസിലേക്ക് കൊണ്ടുവരണം. ഓൺലി ഫാൻസിലേക്ക് കൊണ്ടുവന്നാലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. നമുക്ക് ഉദ്ദേശിച്ചത് അവർക്ക് അതായത് ആ പെൺകുട്ടികൾക്ക് ടിക്ടോക്കിൽ ഫേമസ് ആയ കാര്യം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഇവർക്ക് കാര്യമില്ല, ഇവർക്ക് ഓൺലി ഫാൻസിൽ കൊണ്ടുവരണം. ഓൺലി ഫാൻസിൽ ഇവർക്ക് മാനേജർ പോലെ ആയിട്ട് ഈ പെൺകുട്ടികൾക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പോലും കൊടുക്കില്ല എന്ന് ട്രിസ്റ്റൻ ഡേറ്റ് പേജ് നമ്പർ 8 പറയുന്നുണ്ട്. I don't trust these bitches and I will never give them passwords എന്ന്. അതായത് ഇതൊക്കെ ഇവർ പറയും എവിഡൻസ് ഒന്നുമില്ല, ഞങ്ങളെക്കുറിച്ച് എവിഡൻസ് ഒന്നുമില്ല. ഇതൊക്കെ പിന്നെ എന്താണ്? ഇതൊക്കെ എവിഡൻസ് ആണോ? ഫുള്ളുണ്ട്. ആ ഇൻഡൈറ്റ്മെൻ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടും. പാസ്വേഡും കൊടുക്കില്ല. 7 പെൺകുട്ടികളാണ് അക്യൂസ്ഡ് ഇവർക്കെതിരെ. അതിൽ വിക്ടിം നമ്പർ 456 അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അക്കൗണ്ട് പാസ്വേഡ് പോലും കൊടുക്കില്ല. പാസ്വേഡ് കൊടുത്താൽ അവർക്ക് എത്ര എമൗണ്ടാണ് അവർക്ക് കിട്ടിയെന്ന് അറിയും. അതുകൊണ്ട് ഞങ്ങൾ പാസ്വേഡ് കൊടുക്കില്ല. പൈസൻ്റെ കാര്യമാണ്. ഇനി ആൻഡ്രൂ ടേറ്റിൻ്റെ വേറൊരു സംഭവമുണ്ട്. പുള്ളി തന്നെ പറയണം, ആരെങ്കിലും വന്നിട്ട് ഇവരുടെ ഓൺലി ഫാൻസ് മോഡൽസോ വെബ്കാം ഗേൾസ് ആരെങ്കിലും വന്നിട്ട് പൈസ കുറച്ച് പൈസ ഞങ്ങളെ സമ്പാദിച്ച പൈസയൊക്കെ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയും എത്ര, അതൊക്കെ ടാക്സുകാർ കൊണ്ടുപോയി. അതും പുള്ളി തന്നെ ഇൻ്റർവ്യൂവിലും അത് പറയാണ്. ഈ പെമ്പിള്ളേരെന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊക്കെ ടാക്സുകാർ കൊണ്ടുപോയി. ഈ പെമ്പിള്ളേർക്കും എല്ലാം അറിയുമോ ടാക്സ് എന്താണെന്ന്? ടാക്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്, അതൊന്നും ആർക്കും അറിയില്ല, അതൊക്കെ ടാക്സ് പിടിച്ചിട്ട് പോയി എന്ന് ഇയാൾ പറയുന്നു. ഇയാൾ തന്നെ വന്നിരുന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണ് ഇവരൊക്കെ ആക്ച്വലി ഇവരൊക്കെ കൈൻഡ് ഓഫ്
മണ്ടന്മാർ. ഇപ്പോൾ ഒന്നും അങ്ങനെ പറയില്ല, കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫേമസ് ആവണതിൻ്റെ ആ ഒരു സമയത്താണ് ഇങ്ങനത്തെയൊക്കെ പറയുന്നത്. കാരണം അന്ന് എന്ത് പറഞ്ഞാലാണ് മറ്റേ വൈറലാവാന്ന് പുള്ളിക്ക് അറിയില്ല. വായി തോന്നിയത് പറയുക എന്നിട്ട് വൈറലാവുക. ഇതാണ് സംഭവം, ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതുപോലെ എനിക്ക് ഓർമ്മയുള്ള വേറൊരു സാധനമുണ്ട്. ഈ നെൽക്ക് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഭ്രാന്തന്മാരുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, അവരിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്യും. നെതന്യാഹുവിനെയും ഒക്കെ പോഡ്കാസ്റ്റ് ചെയ്ത ടീംസാണ്, വലിയ ടീംസൊക്കെയാണ്, ചെറിയ പിള്ളേരാണ്. അപ്പോൾ അവർ ഇയാൾ അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇവർ ഫസ്റ്റ് ഇൻ്റർവ്യൂയോ ഫസ്റ്റ് ഈ US അങ്ങനെ ഒരു മെയിൻ ഒരു ആദ്യത്തെ പോഡ്കാസ്റ്റ് പോലെ ചെയ്തതാണ്. ഞാൻ കണ്ടിട്ടുണ്ടാവും ഫുൾ വീഡിയോ. അതിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് പുള്ളി ആൽഫ മെയിലാണ്, മാസ്കുലിൻ മെന്നാണ്, ബാക്കിയുള്ള ആണുങ്ങളിലൊക്കെ രക്ഷിക്കാൻ നമ്മുടെയൊക്കെ രക്ഷകനാണ് പുള്ളി. ആക്ച്വലി ഈ ഫെമിനിസത്തിനെതിരെ നമ്മളുടെ പടനയിക്കുന്ന പടനായകൻ ആൻഡ്രൂ ടേറ്റ് എഴുന്നള്ളുന്നു ആ ടീം. അതുപോലെയാണ് എല്ലാവരും അണ്ണനെ കാണുന്നത്. പുള്ളിയുടെ വാക്കാണ് ആ ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ കാര്യമാണ്. ഈ പെൺപിള്ളേരുണ്ടാവുമല്ലോ ഓൺലി ഫാൻസ് മോഡൽസും വെബ് ക്യാം ഗേൾസും. അപ്പോൾ വെബ് ക്യാമിൽ എങ്ങനെ പറഞ്ഞാൽ ഓൺലി ഫാൻസ് പോലെയല്ല, ലൈവാണ് വെബ് ക്യാം. അതായത് ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടാവും, എന്നിട്ട് ക്യാമറ ഉണ്ടാവും. അപ്പോൾ അപ്പുറത്ത് നിന്നൊക്കെ അവർക്ക് ഓരോ ചോദ്യമൊക്കെ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് അയക്കുക, അങ്ങനെ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഉള്ളവർ അതേപോലെ ടൈപ്പ് ചെയ്യുക, ആ ഡ്രസ്സ് അയക്കുകയാണെങ്കിൽ ഇത്ര രൂപ താ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോയിൻ മേടിക്കുക, അങ്ങനെയൊക്കെ കൊണ്ട് കുറേ സംഭവങ്ങളാണ് ഈ വെബ് ക്യാം വെബ്സൈറ്റ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, നൈസിൽ നിന്നിട്ട് ഇവരുടെ പൈസ മാക്സിമം അടിച്ചു മാറ്റണം. വെബ് ക്യാമിലേക്ക് എൻ്റർ ചെയ്യാൻ ഇവർ $10 എന്തെങ്കിലും കൊടുക്കും. പിന്നെ അതിന്നും മറ്റേ ലൈവ് ചാറ്റിന് വേണ്ടിയിട്ട് ഒരു $50 വേണം. അങ്ങനെ ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ അവരുടെ എടുക്കണം. ആരുടെ എടുക്കണമെന്ന് ആലോചിക്കണം. അത് ആണുങ്ങളുടെ തന്നെയാണ്. ഈ പാവങ്ങളായിട്ടുള്ള ആണുങ്ങളിൻ്റെ പൈസ ഇവർ അടിച്ചു മാറ്റണം. അപ്പോൾ ഈ പെൺപിള്ളേർ ഇപ്പോൾ പൈസ വേണമെന്ന് വെച്ച് പൈസ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പെണ്ണ് കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യട്ടെ, അതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവന്മാർ ചെയ്ത് തോന്നിയ ദിവസം നോക്ക്, പെൺപിള്ളേർക്ക് പാഷൻ പോരാ, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ല. ചില പെൺപിള്ളേർ ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും അത്രേ, ഞാൻ വേറൊരു ആൻഡ്രോയിഡ് ആയിട്ട് പറയുകയാണ്, ഞാൻ വേറൊരു കീബോർഡ് എടുക്കും, എന്നിട്ട് അത് കണക്ട് ചെയ്യും. പെൺപിള്ളേരുടെ കയ്യിൽ ഡമ്മി കീബോർഡ് ആയിരിക്കും, അവർ വെറുതെ ടൈപ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുള്ളൂ. ശരിക്കും ടൈപ്പിംഗ് ചെയ്യുന്നത് ആരാ, ഞാൻ. ഐ ആം പ്രിറ്റൻഡിങ് ടു ബി എ വുമൻ സെഡ്യൂസിങ് ദ ഗൈ ഓൺ ദ ക്യാമറ എന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ആണുങ്ങളെ മിൽക്ക് ചെയ്യും. ഐ വിൽ മിൽക്ക് ടു ദെയർ മാക്സിമം. അതിൽ അപ്പോൾ മറ്റേ നെൽക്ക് ബോയ്സ് ചോദിക്കുന്നുണ്ട്, ഇത് അണ്ണത് ചെയ്യുന്ന തെറ്റല്ലേ? എനിക്ക് ഒരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. അവരുടെ ലോൺ എടുത്തിട്ട് അവർ പൈസ അടിക്കുന്നുണ്ട്, വീട് വിറ്റിട്ട് അവർ പൈസ എനിക്ക് അയക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ല. ഇവരിനെ ഞാൻ മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ മില്യണർ ആയതെന്ന്. ഇതിപ്പോൾ ചോദിച്ചു നോക്ക്, ഇപ്പം ചോദിച്ചാൽ പറയും, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്, അങ്ങനെയൊന്നുമല്ല പറയും. ഇപ്പം മറ്റേ വെബ് ക്യാമൊക്കെ വിട്ടു, അതൊക്കെ ഭയങ്കര പണിയല്ലേ. പെൺപിള്ളേരിനെ ട്രാഫിക് ചെയ്യണം, റൊമാനിയയ്ക്ക് കൊണ്ടുവരണം, പിന്നെ അവർക്കുള്ള ചിലവ് ഇതൊക്കെ കൊടുക്കണ്ടേ. ഇതാകുമ്പോൾ വല്ല മീൻ കോയിൻ ഉണ്ടാക്കി വിട്ടാൽ മതിയല്ലോ. എവിടെയോ ഇരുന്ന് ആരോ മേടിച്ചു, പൈസ മുഴുവൻ നമ്മുടെ കയ്യിൽ, $millions. ഇയാൾ രക്ഷിക്കാൻ പോകുന്ന ആണുങ്ങളെയാണ് ഇയാൾ ഇങ്ങനെ ആക്കി വിട്ടേക്കുന്നത്, പൊട്ടന്മാരാക്കി വിട്ടിരിക്കുന്നത്. ഇയാൾ തന്നെ ടൈപ്പ് ചെയ്ത് ഇയാൾ തന്നെ പെണ്ണാണെന്ന് പോലെ അഭിനയിച്ച് ബാക്കിൽ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പൈസ മേടിക്കുക. വീടിൻ്റെ ആധാരം വരെ ഒരുത്തൻ്റെ വിറ്റിട്ട് അതുവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറയുന്നത്. ഇയാളാണ് റോൾ മോഡൽ. അടിപൊളി. ഇനി അടുത്തതാണ് ഇയാളുടെ മതം മാറുന്നൊരു സംഭവം. ഇത് August 2022 സംഭവം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാളിന് ആ സമയമാകുമ്പോഴേക്കും ഇയാൾ സമ്മർ ഓഫ് 2022 ഹൈ പീക്കിലെത്തിയത്. ഇയാളുടെ മറ്റേ മോസ്റ്റ് ഗൂഗിൾഡ് മാൻ ഓഫ് ഇന്ത്യ എർത്തൊക്കെ ആയത്. അപ്പോൾ അതിനുശേഷം ഇയാളെ എല്ലാവരും ബാൻ ചെയ്തു. ട്വിറ്ററും ബാൻ ചെയ്തു, ഫേസ്ബുക്കും ബാൻ ചെയ്തു, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ബാൻ ചെയ്തു. ഇപ്പോൾ എക്സിൽ മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ അണ്ണൻ്റെ തന്നെ എന്തോ റംബിളാണ് എന്തോ പറഞ്ഞൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമൊക്കെയാണ് ഉള്ളത്. ഈ 2022 ഓഗസ്റ്റിൽ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പട്ടി ഷോ. ഇയാൾ മതം മാറിയിരിക്കുക, മുസ്ലിമായിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട്
പുറത്തേക്ക് വരില്ല. അപ്പോൾ ഖുറാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുക, സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ടായി. ഏത് ഈ മറ്റേ ഭയങ്കര ഈ റിലീജിയസ് ആയിട്ടുള്ള സ്ട്രീമേഴ്സും റിലീജിയസ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പുറത്തൊക്കെ. അവരൊക്കെ വരിക, അവരുടെ പോഡ്കാസ്റ്റിൽ പോവുക, എന്നിട്ട് അവിടെ കുറേ. അപ്പോൾ എന്താ, ഇയാൾക്ക് ആ റിലീജിയസ് ആയിട്ടുള്ള സപ്പോർട്ടും കിട്ടാൻ തുടങ്ങി. UAE എന്നുള്ള സപ്പോർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി. ഇയാൾ UK ഏത്തിയസ്റ്റ് ആയിരുന്നു. ഞാനൊരു ഏത്തിയസ്റ്റാണ്, എനിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ ഉണ്ട്. റൊമാനിയയിലായപ്പോൾ ഇയാൾ പറയുന്ന വീഡിയോ ഉണ്ട്, ചർച്ചിൽ ഞാൻ ഇഷ്ടം പോലെ പൈസ കൊടുക്കും, എനിക്ക് ഈ ചർച്ചുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഇയാൾ പിന്നെ ദുബായിലെത്തി. ഈ എക്സ്ട്രഡിഷൻ പേടിച്ചിട്ടാണ് ദുബായിലെത്തിയത്. റൊമാനിയയിൽ കേസ് വന്നപ്പോൾ ഇയാൾ കുറേ കാലം ദുബായിലായിരുന്നു. ആ ദുബായിലെത്തിയപ്പോൾ ഈ ഷെയ്ഖുമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ പോയിട്ട് ഒരു ഈ എന്തെങ്കിലും ഒരു മ്യൂച്വൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇയാൾ മുസ്ലിമാണ്, ഞാൻ ഇനിയോട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യണം ഓഗസ്റ്റിൽ. ഇയാളെ കണ്ടിട്ട് ഇയാളുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു പണ്ടത്തെ, സ്നീക്കോ എന്ന് പറഞ്ഞിട്ട്, അവനും ഇതുപോലെ ഇയാളെ കണ്ടിട്ട് മൊട്ടയൊക്കെ അടിച്ച് മുസ്ലിമായി. ഭയങ്കര ഇൻഫ്ലുവൻസറൊക്കെയാണ് സ്നീക്കോ, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് എന്തോ അടിച്ച് പിരിഞ്ഞു തോന്നും. അതോ ഇപ്പം ബന്ധമുണ്ടോ എന്നറിയില്ല. പണ്ട് ഇയാളുടെ സ്ട്രീമിലൊക്കെ പോയിട്ട് ഇയാളുടെ ഓരോ ഇതൊക്കെ കേട്ട് എല്ലാം ഹറാമാണ്, ഇതൊന്നും ചെയ്യരുത്, എന്നിട്ട് നല്ല വലിയും വെബ് ക്യാമിൻ്റെ വെബ്സൈറ്റും എന്നിട്ട് പറയാം മുസ്ലിം ബാക്കിയൊക്കെ ഹറാമാണ്, വേറെ ഒന്നും ചെയ്യരുത്, ഈ പെൺപിള്ളേരിനെയൊക്കെ അടക്കി നിർത്തണം, മറ്റേ ഫെമിനിസമൊക്കെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ മുസ്ലിമായത്. ആ ഒരു ബ്രദർഹുഡിൻ്റെ പവർ കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായി, ആ ഒരു ഓൺലൈൻ പ്രസൻസിലെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിമായി. ഇയാളുടെ കൂടെയുള്ള ഒരാൾക്കാരുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട് ഇയാൾ മുസ്ലിമൊന്നും അല്ല, ഇയാൾ വെറുതെ അഭിനയിക്കുകയാണ്, ഈ ദുബായിലെത്തിയിട്ട് ഈ ഷെയ്ഖുമാരനെയൊക്കെ ഒന്ന് നൈസാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് ഇയാളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കോമഡി അതല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഈ മുസ്ലിമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തറിയോ, UK റൈറ്റ്സ് നടന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ്രൂ ടേറ്റ് ഇല്ലാത്ത കാര്യം, ഇയാളൊരു സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൽ ഒരു 3 ചെറിയ പെൺകുട്ടികൾ മരിച്ചു. ഒരു ഭ്രാന്തായിട്ടുള്ള ഏതോ ഒരാളോ അങ്ങനെ എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള ആൾ പോയിട്ട് പെൺകുട്ടികളെ കുത്തിയിട്ട് 3 പേരെ കൊന്നു. ഇയാൾ ഹാഫ് ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെയോ ഫേക്ക് ഇൻഫർമേഷൻ ഒക്കെ കേട്ടിട്ട് വന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു, ഇത് കൊന്നത് മുസ്ലിമായിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും ഈ UK ഭയങ്കര റയറ്റ്സ് നടന്നു. ഈ ബ്രൗൺ ഷെയ്ഡിലുള്ള ബ്രൗൺസ് ആയിട്ടുള്ള ആൾക്കാരിനെ മുഴുവൻ ആക്രമിക്കാൻ തുടങ്ങി സ്ട്രീറ്റിൽ. ഇപ്പോൾ അവർക്കറിയില്ല നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ സിഖ് ആണോ എന്നൊന്നും അവർക്കറിയണ്ട. ബ്രൗൺ ആണോ, നിങ്ങൾ ഇന്ത്യൻ ലുക്കുള്ള ആളാണോ, കഴിഞ്ഞു. പാകിസ്ഥാനാണോ ഇന്ത്യക്കാരോ ഒക്കെ കാണാക്കോ ഒരേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ആണോ ഇന്ത്യൻ ആണോ എന്ന് അവർ ചോദിക്കില്ല. അവർ വന്ന് നിങ്ങൾ ബ്രൗൺ ആണോ എന്നിട്ട് മണ്ടയ്ക്ക് അടിച്ചിട്ട് പോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് UK റൈറ്റ്സിൻ്റെ സമയത്ത്. ബ്രൗ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി, എന്നിട്ട് UK ഞാൻ മത്സരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്തിന് ഈ ഇല്ലീഗലായിട്ടുള്ള ഈ മുസ്ലിംസിന് മറ്റവരിനെയൊക്കെ ഓടിച്ചു വിടുക, നിങ്ങൾ ഇനി മറ്റേ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരിനെയൊക്കെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒന്നുമില്ല, കുറച്ച് സിമ്പതിക്കും കുറച്ച് സപ്പോർട്ടിനും വേണ്ടിയിട്ട് മുസ്ലിമായി. പിന്നെ ഇപ്പോൾ അത് മര്യാദയ്ക്ക് വർക്കാവുന്നില്ല, അവർ തന്നെ ഇയാളെ കുറ്റം പറയാൻ തുടങ്ങി. ഇയാൾ മറ്റേ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇരുന്ന് മറ്റേ സിഗാറൊക്കെ വലിച്ച് നല്ല അടി, കള്ളൊക്കെ കുടിച്ച് ഒരേ അടി. അപ്പം എന്തായി, അവരുടെ ആൾക്കാർ തന്നെ ഇയാളെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നൈസിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് പറയലില്ല, കഴിഞ്ഞു, അതോടെ ആ പിടുത്തം വിട്ടു. ഇതുപോലെ ഒരു നുണകളുടെ ഒരു കൊട്ടാരമാണ്. ഇനി ഓരോ നുണയായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞുതരാം. ആദ്യത്തെ നുണ ഇയാളുടെ അച്ഛനെ കുറിച്ചാണ്. ഇയാളുടെ അച്ഛൻ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നാണ് ഇയാൾ പറയുന്നത്. ലോകത്ത് ഇന്ന് 2112 പേരേ ഉള്ളൂ ദ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ട്. ഓക്കെ, അതിൽ ഇയാളുടെ പേരില്ല. ഇയാൾ ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ഇയാൾ ഇൻ്റർനാഷണൽ മാസ്റ്ററാണ്. നല്ല വ്യത്യാസമുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇയാൾ കുറേ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാളുടെ അച്ഛൻ്റെ ഫ്യൂണറലിലും പോകാത്ത ആളാണ് ഇപ്പോൾ ഈ വർത്താനമൊക്കെ. ഇനി അടുത്തത്, ഇയാൾ അഞ്ചാമത്തെ വയസ്സിൽ അണ്ടർ 16 എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ
ഒരു കോമ്പറ്റീഷനിൽ പോയി അതിൽ ചാമ്പ്യനായി എന്നാണ് ഇയാൾ പറയുന്നത്. ആൾക്കാർ ഇയാളുടെ US ചെസ്സിൻ്റെ ഇതുണ്ട് റിപ്പോർട്ട്, മറ്റേ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കോമ്പറ്റീഷനിൽ ജയിച്ചു തോറ്റു എന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു കോമ്പറ്റീഷനേ നടന്നിട്ടില്ല. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഇയാൾ സ്വയം പറയുകയാണ്. എന്നാൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനേ നടന്നിട്ടില്ല. എന്താ ചെയ്യും. അടുത്തത് ഇയാളുടെ ബോക്സിംഗ് ആണ്. കിക്ക് ബോക്സിങ്ങിലാണ് പുള്ളി. കിക്ക് ബോക്സിങ്ങിൽ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. അതായത് ഇയാളുടെ ഫൈറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇയാൾ പറയുന്നത് ഇയാൾ വേൾഡ് ചാമ്പ്യൻ എന്നാണ് ഇയാൾ പറയുന്നത്. ആക്ച്വലി ഈ എൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ISK എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ 2 ലീഗാണ്. ഓക്കെ, അതിൽ വേൾഡ് ചാമ്പ്യൻ എന്നൊന്നും അതിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൽ കുറച്ച് ഫൈറ്റ്സൊക്കെ ജയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ ഫൈറ്റ് ചെയ്തത് ആരുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വലിയ ഫേമസ് ആയിട്ട് ഇയാൾ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഇയാളടക്കെ ഈ ചെറിയ പിള്ളേരിനെയൊക്കെ പോയി ഇടിക്കാനൊക്കെ പോകും. ഇയാളുടെ വീട്ടിലേക്ക് കുറേ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വിളിച്ച് അവരുടെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ആളാണെന്നൊക്കെ പറയും. ഇയാൾ ഫിസിക്കൽ ഒക്കെ അടിപൊളിയായിട്ടുള്ള ആളാണ്. ഇയാൾ ബോക്സിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇയാൾ ഫൈറ്റ് ചെയ്തത് നമുക്ക് ഈ കിക്ക് ബോക്സിംഗ് ഒന്നും കണ്ടിട്ട് എനിക്ക് പരിചയമില്ല. UFC ഒക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പരിചയമുണ്ട്. കിക്ക് ബോക്സിങ്ങിൻ്റെ എക്സ്പേർട്സ് ഇയാളെ കുറിച്ച് പറയുന്നത് ഈ മിഡിൽ വെയ്റ്റിൻ്റെ ലിസ്റ്റ് ഉണ്ട് ടോപ്പ് 10 അതിൽ ഒരാളുടെ അടുത്ത് ഇയാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ലോകത്തിലെ ഈ മിഡിൽ വെയ്റ്റ് ഇയാളുടെ വെയ്റ്റ് ഡിവിഷനിലുള്ള കിക്ക് ബോക്സിങ്ങിൻ്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരാളുടെ അടുത്ത് ഇയാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഫൈറ്റ് തോക്കുകയും ചെയ്തു. ഇനി വിക്കിപീഡിയ എടുത്തിട്ട് ഇയാളുടെ ഒപ്പോണൻസിൻ്റെ എല്ലാ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അതിലെ 4 പേർക്ക് വിക്കിപീഡിയ പേജ് പോലും ഉള്ളൂ. ആ 4 പേരിലെ 3 പേരിൻ്റെ അടുത്ത് ഇയാൾ തോറ്റിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇയാൾ ഭയങ്കര കിക്ക് ബോക്സിങ് ആളാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. കാരണം ഇതൊന്നും ആരും കാണില്ല, ഇത് കണ്ടവരാണ് ഇതൊക്കെ പറയുന്നത്. അതേപോലെ മുടിയുടെ കാര്യം, ഇതൊക്കെ കോമഡിയാണ്. ഇയാൾ പറയും, ഇയാൾ ഫേമസ് ആവാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ഇപ്പം മൊട്ടയായിട്ട് നിൽക്കുന്നത് ചോദിക്കുമ്പോൾ ഐ ആം ബോൾഡ് ബൈ ചോയ്സ്. 3 തവണ ഞാൻ ഷേവ് ചെയ്യുമെന്ന് പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മറ്റേ ഖുറാനൊക്കെ പിടിച്ചിട്ട് ഇറങ്ങിയില്ലേ, ആ ഇറങ്ങിയപ്പോൾ ഇയാളുടെ തലേന്ന് കാണണം ഇയാൾ ശരിക്കും കഷണ്ടിയാണ്. പക്ഷെ അത് സമ്മതിച്ചില്ല. ആൽഫ മെയിലല്ലേ, ഇങ്ങനെ സമ്മതിക്കും? മൊട്ടയാണ്, അല്ലാണ്ട് ഒരു കഷണ്ടിയൊന്നുമല്ല ആ സീന്. ഇങ്ങനത്തെ ഓരോ വേണ്ടാത്ത നുണയും ഫുള്ള് നുണ. അതായത് ഇയാളുടെ ഒരു ചരിത്രം എടുത്താൽ ഇയാൾ പറഞ്ഞ ഓരോ കാര്യം എടുത്താലും എല്ലാം നുണ. ഇയാൾ ആദ്യം പറഞ്ഞു റൊമേനിയയിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ മൊത്തം പൈസ കൊടുത്താൽ എന്ത് പണിയും നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ UK റൊമേനിയയ്ക്ക് വന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് റൊമേനിയക്കാർക്ക് മനക്കടയായി. അവരവസാനം എന്ത് ചെയ്ത് ശരിക്കും ഒരു കേസിട്ട് അവരെ കുടുക്കി. ഇയാളിനെ ആൻഡ്രൂ ടേറ്റിനെ കുടുക്കി. റൊമാനിയയിൽ കേസ് ഇട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരാം അല്ലേ, ഇവിടെ ഫുൾ കറപ്ഷനാണെന്നല്ലേ നീ പറഞ്ഞിടയ്ക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അതുവരെ വെസ്റ്റിനെ കുറ്റമായിരുന്നു. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ UK US അങ്ങനെയുള്ള വെസ്റ്റേൺ കൾച്ചർ ശരിയല്ല, വെസ്റ്റേൺ കൾച്ചറിൽ ആണുങ്ങളൊന്നും പോരാ, അവരൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞ് കേട്ടു നടക്കുകയാണ്, അവിടെയൊക്കെ ഫുൾ ഫെമിനിസമാണ്, വോക്കാണ്, ട്രാൻസാണ്, ഗേ ആണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കുറ്റം. എന്നിട്ട് അവസാനം ഇപ്പോൾ എവിടെയുണ്ട്? അണ്ണനിപ്പോൾ എവിടെയാണ്? മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞ പോലെ നേരെ അമേരിക്കയിൽ പോയി കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അണ്ണനെ പിടിച്ച് ജയിലിലിടും വീണ്ടും. അതുകൊണ്ട് പേടിച്ചിട്ട് അമേരിക്ക തന്നെ വന്നു. അപ്പോൾ ഇപ്പോൾ വെസ്റ്റിനെ വേണം. ഇപ്പോൾ വെസ്റ്റ് കുഴപ്പമില്ല, ഇത്തിരി ഗേ ആയിട്ടുള്ള ആൾക്കാരും വോക്ക്നെസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അണ്ണൻ പറയും ഡൊണാൾഡ് ട്രംപ് വന്നതുകൊണ്ടാണ് ഞാൻ വന്നത്, ഇല്ലെങ്കിൽ ഒന്നും ഞാൻ വരില്ല എന്ന് പറയും. അതെ, ഡൊണാൾഡ് ട്രംപ് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഈ രാജ്യത്തേക്ക് എൻട്രിയെ കിട്ടിയത്, ഇല്ലെങ്കിൽ പോടാന്ന് പറഞ്ഞിട്ട് അവർ പുറത്താക്കും. ഇത്രയും കേസുകളുള്ള ആരാണ് അക്സെപ്റ്റ് ചെയ്യുക? ട്രംപ് ആയതുകൊണ്ട് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. ഇനി ഇയാളുടെ കൂടെയുള്ള ഇയാളുടെ സ്വന്തം അനിയൻ ട്രിസ്റ്റൻ ഡേറ്റിൻ്റെ ഒരു അവസ്ഥ, ഏട്ടനോ ഇങ്ങനെ, അനിയൻ എന്താ അവസ്ഥ നോക്കാം. ഇയാളുടെ പണ്ടത്തെ ഒരു പോസ്റ്റ് ഉണ്ട്, 30 വയസ്സായിട്ട് വേണം എനിക്ക് എൻ്റെ പകുതി വയസ്സുള്ള പെൺകുട്ടികളുടെ അടുത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. 30ൻ്റെ പകുതി എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇതാണ് ഇവരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി. എന്ത് ചോദിച്ചാലും പറയും 16 വയസ്സാണ് അവിടെ ലീഗൽ റൊമാനിയയിൽ, അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്നൊക്കെ പറയും. ആക്ച്വലി ഹീസ് വേഴ്സ്.
ഇയാൾ വേറൊരു പറഞ്ഞൊരു കാര്യം കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ ഇൻഡൈറ്റ്മെൻറ്റിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇയാളുടെ ഭാര്യയുണ്ട്, ഭാര്യയല്ല ഇയാളുടെ ഒരു കൂടെയുള്ള സ്ത്രീയുണ്ട്. ആ സ്ത്രീയിൽ ഇയാൾക്കൊരു കുട്ടിയുണ്ട്, ഒരു ഡോട്ടറാണ്. ആ ഡോട്ടറിൻ്റെ കെയർ ഗീവറുണ്ട്. ആ കെയർ ഗീവറിൻ്റെ അടുത്ത്, അതായത് ചെറിയ പെൺകുട്ടിയാണല്ലോ, അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയുണ്ട്. ഇയാളുടെ മകളാണ്, സ്വന്തം ബ്ലഡിലുള്ള മകളാണ്. ആ മകളുടെ കെയർ ഗീവറിൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞിരിക്കുക, ഈ കുട്ടീൻ്റെ അമ്മ ഓൺലി ഫാൻസ് തുടങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത്ര സമയം ഓൺലി ഫാൻസിൽ ഈ കോണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ചെറിയ പെൺകുട്ടിനെ നീ നോക്കൊന്നും വേണ്ട. അബിഗേൽ എന്നാണ് ഇയാളുടെ ഗേൾഫ്രണ്ടോ എന്തോ ആണ് അതിൻ്റെ പേര്. If Abigail doesn't do OnlyFans and just obey what I told her, don't take care of the daughter. എങ്ങനെയുണ്ട്? ബ്ലഡിലുള്ള കുട്ടീനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പിമ്പിങ് വൈഫ്, അടിപൊളി. ഇയാൾ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. I work these bitches like slaves 10 to 12 hours a day. ഇയാളുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും. ഞാൻ ആദ്യം തന്നെ ട്രസ്റ്റ് ആൻഡ് ഡേറ്റിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു, അതിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയണത്. ഇതാണ് സംഭവം. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്തതൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഇവർ ചെയ്തത് ദ പിമ്പിങ് ഹോസ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് തുടങ്ങി, ഫേമസ് ആവണം മുന്നേ. എന്നിട്ട് ഈ ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഓൺലി ഫാൻസ് മാനേജർ ആവുക, ഈ പെമ്പിള്ളേരിനൊക്കെ ലവർ ബോയ് മെത്തേഡ് ഉപയോഗിച്ച് വശീകരിച്ച് ഓരോ രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മൾ മാത്രം ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഇരുത്തി അവരിനെ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരുത്തി വർക്ക് ചെയ്യിപ്പിക്കുക. 10-12 മണിക്കൂറൊക്കെ ഇരുത്തി വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ അക്കൗണ്ട് പാസ്വേഡ് പോലും അവർക്ക് കൊടുക്കാണ്ട് പൈസ ചോദിച്ചാൽ ടാക്സുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ പൈസ മുഴുവൻ നമ്മളെടുക്കുക. രണ്ടാമത് ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി തുടങ്ങി. അതിലിങ്ങനെ ആവശ്യമില്ലാത്ത കോഴ്സും ഈ ChatGPT പോലത്തെ ഈ വെറുതെ ആവശ്യമില്ലാത്ത ഈ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ നിന്ന് എടുത്ത കുറേ കോഴ്സും പിന്നെ കുറേ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരിനൊക്കെ ഇരുത്തി പഠിപ്പിക്കാവുന്ന രീതിയിൽ ആക്കി വിട്ടു. പിന്നെ അത് മാറ്റി ഇപ്പോൾ റിയൽ വേൾഡ് നാക്കി. റിയൽ വേൾഡിൽ ഇപ്പോൾ കോയിൻസിൻ്റെ കളിയാണ്. കോയിന് പമ്പ് ചെയ്യുന്നു, ഡംപ് ചെയ്യുന്നു, അതിൽ കുറേ പൈസ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ത് ചെയ്താലും മേട്രിക്സ് ആണ് ചെയ്തത്. ആരാണ് അണ്ണാ മീം കോയിനിലൊക്കെ സ്കാം ചെയ്യുന്നത്? മേട്രിക്സ്. ആരാണ് അണ്ണാ ഈ ബുഗാട്ടിയിൽ ഈ കള അടിച്ച്? മേട്രിക്സ്. ആരാണ് അണ്ണാ ഈ പണ്ട് നിങ്ങൾ PhD പ്രോഗ്രാമൊക്കെ നടത്തിയത്? അത് മേട്രിക്സ്. എല്ലാം മേട്രിക്സ്. മേട്രിക്സ് ആരാണ് അതറിയില്ല. അത് അണ്ണൻ പറയുന്നത് ഞാൻ കോവിഡിനെതിരെ പറഞ്ഞപ്പോൾ എന്നെ മേട്രിക്സ് പിടിക്കാൻ വന്നു, ഉക്രൈൻ വാറിനെതിരെ പറഞ്ഞപ്പോൾ എന്നെ മേട്രിക്സ് പിടിക്കാൻ വന്നു. നിങ്ങളെക്കാളും എക്സ്ട്രീമായിട്ട് പറയുന്ന ഒരു 10,000 പേരുണ്ട്. അവരിനെ ഒന്നും മേട്രിക്സ് പിടിക്കില്ല. നിങ്ങളെ മാത്രം പിടിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെന്തോ ചെയ്തതുകൊണ്ടല്ലേ? ഇങ്ങനെ വേണ്ടാത്തവരും ചെയ്തിട്ടല്ലേ? പെമ്പിളേനെ ബെൽറ്റ് ഇട്ട് അടിക്കുക, ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പെമ്പിളേനെ അടിക്കാൻ പറയുക, സ്ത്രീകളിലേക്ക് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഇടിച്ചിട്ട് പരിപ്പെടുക്കാൻ പറയുക. ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയത്. കുറേ ഫോളോവേഴ്സ്, കുറേ ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ബോട്ടുകൾ കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വലിയ ഫ്രീ സ്പീച്ചിൻ്റെ ആളാണ്, ക്യാൻസൽ കൾച്ചറിന് എതിരെയാണെന്നൊക്കെ പറയും. എന്നിട്ട് ഇയാൾക്കെതിരെ മിൽക്ക് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിലൊരു പേജും മേഡേർഡ് ബൈ ദ ക്രയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിലും ഭയങ്കരമായിട്ട് ഇയാൾക്കെതിരെ വിത്ത് പ്രൂഫും അവർ ഫുള്ള് പക്ക സെറ്റാണ്. അവരുടെ പേജൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് എനിക്ക് ഈ ഡാറ്റ മുഴുവൻ കിട്ടിയത്. അതിലൊക്കെ അവർ കറക്റ്റായിട്ട് ഇന്നയാൾ ഇന്ന തെറ്റ് ചെയ്തു, ഇയാൾ ഇന്നവിടെ നുണ പറഞ്ഞു, അവിടെ നുണ പറഞ്ഞു. ഇയാളുടെ നുണയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഫുള്ള് നുണയാണ്. ഇതൊന്നും എനിക്ക് വയ്യ പറയാം, വായെടുത്താൽ നുണയെ പറയുള്ളൂ. മേജർ നുണയൊക്കെ ഞാൻ പറഞ്ഞു തന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോയിന്ന് തപ്പിയെടുത്തോ. ഈ 2 പേജ് നോക്കിയാൽ മതി, മിൽക്ക് ബാറും മറ്റേ പേജും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനം അതിലുണ്ട്. ഈ 2 പേർക്കെതിരെ ഇയാൾ കേസും കൊടുത്തിട്ടുണ്ട്.
ഇയാളോടെ പൈസ ഉണ്ടല്ലോ ഇപ്പോൾ പെൺപിള്ളേരിനെ കൊണ്ട് ഓൺലി ഫാൻസൊക്കെ ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ഒന്നുമില്ല. ഇപ്പോൾ ക്യാൻസൽ കൾച്ചറും ഇപ്പോൾ പോയി. ഇപ്പോൾ ക്യാൻസൽ ചെയ്യണം ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ. അതുപോലെ ഇയാളുടെ ആൾക്കാരിനെയൊക്കെ ഇളക്കി വിടും. നിങ്ങൾ അവിടെ പോയിട്ട് അവരിനെ ഇന്നത് പോയി പറയും, അന്ന് മറ്റേത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇളക്കി വിടുക. സൂപ്പർ. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ കാണുന്ന ആൾക്കാരനെ അമിതമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. ഇയാൾ നല്ലത് പറയണ കുറേ കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നല്ലത് പറഞ്ഞ് ഇയാൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ലൈം ലൈറ്റിൽ നിൽക്കണം. UK റൈറ്റ്സ് വന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർ മരിച്ചാലും ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വ്യൂസ് കിട്ടണം, ഇയാൾ ഭയങ്കര എന്തെങ്കിലുമൊക്കെ പറയണം. പകുതി ഇൻഫർമേഷൻ ഇയാളുടെ കയ്യിലുള്ളൂ, വായി തോന്നി വിളിച്ച് പറയാം. അത് കേൾക്കാൻ കുറേ ആൾക്കാർ. ഇങ്ങനത്തെ ഓൺലൈൻ പേഴ്സണാലിറ്റീസും ഈ കോഴ്സ് വിൽക്കണ ഒരു തെണ്ടിനെയും വിശ്വസിക്കരുത്. കോഴ്സാണോ നിങ്ങൾ വിൽക്കുന്നത്? നിങ്ങളതിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്തു സക്സസ് ആയിക്കോ. അതിന് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. മീം കോയിൻ എങ്ങനെയാണ് ഈ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു വിചാരിക്കുക. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയണേ, ഞാൻ എന്താ ബൈ ലോ സെൽ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം പഠിപ്പിക്കുകയാണ്. ബൈ ലോ ആവുമ്പോഴേക്കും ഞാനിത് ഒരു 1 മില്യൺ ആൾക്കാരെ പഠിപ്പിച്ചാൽ എല്ലാവരും ബൈ ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ബൈ ഇല്ലല്ലോ സാധനം, അപ്പോഴേക്ക് ഹൈ ആവില്ലേ? ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും ഈ കോഴ്സ് വിൽക്കുന്ന ഒരാളും ജെന്യുവൻ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും, ഐ ഡോണ്ട് കെയർ. അതാണ് സംഭവം. കോഴ്സും ബുക്കും എന്താണ് ബുക്ക്, അതന്നെ ബുക്ക് വിൽക്കുക, കോഴ്സ് വിൽക്കുക, ഇത് പറ്റിക്കലാണ്. റിയൽ വേൾഡിൽ പൈസ ഉണ്ടാക്കുന്നത് റിയൽ വേൾഡിൻ്റെ മെമ്പർഷിപ്പും വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ്. അഫിലിയേറ്റ് ലിങ്ക് കൊടുത്ത് അവരത് സൈനപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അല്ലാണ്ട് ഇതിൽ ഒന്നും ചെയ്തിട്ട് പൈസ കിട്ടില്ല. പിന്നെ ഇയാളുടെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയ പൈസ കിട്ടും. ഇതന്നെ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. ഇൻ്റർനെറ്റിലുള്ളവർക്കൊക്കെ ഈ കാര്യം അറിയും. ഇപ്പോൾ ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇയാളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ കഴിയില്ല. ഇത് ഒരുപാടുണ്ട്. ഇത് ഫുള്ള് നുണയനാണ് ഇയാൾ. എനിക്ക് തന്നെ മതി.